നമ്മൾ കെമിസ്ട്രിയിലെ ലായനി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് പഠിക്കണത് കേട്ടോ. കെമിസ്ട്രിയിലെ ലായനി കുറെ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയ ആണ്. ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി ഡെയിലി ലൈഫ് ആ ഒരു പോർഷനും കൂടി കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കണില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ. ലായനികളാണ് എടുക്കണത്. ഒന്നാമത്തെ പോയിന്റ് ആണ്, എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്ന മിശ്രിതങ്ങളിനെയാണ് നമ്മൾ ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയാ. ഓക്കെ, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്നൊക്കെ പറയണത് എല്ലാ ഭാഗത്തും ഒരേ ഗുണം തന്നെ കാണിക്കുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, നമ്മൾ കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര കലക്കിയിട്ട് പഞ്ചസാര ലായനി എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ എത്ര സ്പൂൺ പഞ്ചസാരയുടെ വെള്ളം കുടിച്ചാലും ആ പഞ്ചസാര ലായനിയിലെ വെള്ളം കുടിച്ചാലും നമുക്ക് എല്ലായിടത്തും ഒരേ ടേസ്റ്റ് തന്നെയാ ഫീൽ ചെയ്യുക. ഇപ്പൊ ഉപ്പ് ലായനി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ ഇത് തന്നെയാ. നമ്മൾ എത്ര സ്പൂണിൽ അതെടുത്ത് ടേസ്റ്റ് ചെയ്താലും അതിന്റെ ടേസ്റ്റ് ഒന്നും മാറാനൊന്നും പോണില്ല. അപ്പൊ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്ന മിശ്രിതങ്ങളെ പറയണ പേരാണ് ഏകാത്മക മിശ്രിതങ്ങൾ അല്ലെങ്കിൽ ഹൊമോജീനിയസ് മിക്സ്ചേഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ പഞ്ചസാര ലായനി, ഉപ്പ് ലായനി ഒക്കെ. ഓക്കെ, എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്ന മിശ്രിതങ്ങളെയാണ് നമ്മൾ ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയാ. പഞ്ചസാര ലായനി, ഉപ്പ് ലായനി ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ലാത്ത മിശ്രിതങ്ങളെയാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ. ഫോർ എക്സാമ്പിൾ അരിയും പയറും കൂടി നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അത് മിക്സ് ചെയ്ത് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അരി ഒരു വഴിക്ക് കിടക്കും, പയറ് വേറെ വഴിക്ക് കിടക്കും. അപ്പൊ അരി ഉഴുന്നും അരച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല അരി ഉഴുന്നും ഞാൻ പറഞ്ഞത്. ഇപ്പൊ അരി ഉഴുന്നിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരുമിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിയുടെ പ്രോപ്പർട്ടി കാണിക്കും, ഉഴുന്നിന്റെ അത് കാണിക്കും. അതിനെ വീർക്കണതിനും പ്രത്യേകത നിങ്ങൾ കണ്ടു. ഉഴുന്ന് കുറച്ചും കൂടി വീർത്തിരിക്കണതാണ് വെള്ളത്തിൽ കുതിർന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു ബന്ധമില്ലാണ്ട് രണ്ടായിട്ട് കിടക്കണതിനെയാണ് നമ്മൾ ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുക. എന്നാൽ ഒരേപോലെ ഇപ്പൊ പഞ്ചസാര ലായനി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പഞ്ചസാര വേറെ സ്ഥലത്ത്, വെള്ളം വേറെ സ്ഥലത്ത്, അങ്ങനെയല്ലല്ലോ കിടക്കുക. അതായത് ഇതില് ഡിസോൾവ് ചെയ്ത് എല്ലാവരുടെയും ഒരേ പ്രോപ്പർട്ടിയാണ് കാണിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള മിശ്രിതങ്ങളെ പറയുന്ന പേരാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ലാത്ത മിശ്രിതങ്ങളെയാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയാ. അതിന് എക്സാമ്പിൾ ആണ് അരിയും പയറ്, മണ്ണെണ്ണയും ജലവും. നിങ്ങൾ വെള്ളത്തിൽ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണയുടെ വഴിക്ക് മുകളിൽ എടുക്കും, ജലം വേറെ വഴിക്ക് പോകും. ചെളിവെള്ളത്തിൽ നമുക്കറിയാം പല സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്, കല്ല്, മണ്ണ്, പല സാധനങ്ങളും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പൊ ചെളി എല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ നമ്മൾ പറയണ പേരാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ. ഇതിന്റെയൊക്കെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഏകാത്മക മിശ്രിതങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏകാത്മക മിശ്രിതങ്ങൾ ഏത്, ഭിന്നാത്മക മിശ്രിതങ്ങൾ ഏതാണ്? അതിൽ ഈ ചെളിവെള്ളമൊക്കെ ചോദിച്ചു കണ്ടുണ്ട് ഭിന്നാത്മക മിശ്രിതത്തിന് എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് നമ്മള് ലീനവും ലായകവും ലായനിയും നമ്മൾ പരിചയപ്പെടാൻ പോവാട്ടാ. ലയിക്കുന്ന പദാർത്ഥത്തിനെയാണ് ലീനം എന്ന് പറയാ. അതായത് ഇപ്പൊ നമ്മൾ പഞ്ചസാര ലായനി എടുത്തു കഴിഞ്ഞാൽ അതിലെ പഞ്ചസാരയാണ് ലീനം എന്ന് പറയുന്നത്. പഞ്ചസാരയാണ് അവിടെ വെള്ളത്തിൽ അലിയണത്. അപ്പൊ ലയിക്കുന്ന പദാർത്ഥത്തിനെ നമ്മൾ പറയണ പേരാണ് ലീനം. ലീനം ലയിക്കുന്ന പദാർത്ഥത്തിനെ പറയണതാണ് ലായകം. ഇപ്പൊ പഞ്ചസാര ലായനിയില് പഞ്ചസാര എന്ന് പറയണത് ലീനോ, വെള്ളം എന്ന് പറയണത് ലായകമാണ്. അപ്പൊ കൂടുതലുള്ളത് ലായകമായിരിക്കും എപ്പോഴും. ലീനം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ലീനം ലായകത്തിൽ ലയിക്കുമ്പോൾ കിട്ടുന്ന പദാർത്ഥത്തിനെ നമ്മൾ പറയും ലായിനി. അപ്പൊ ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് അതിലെ ലീനാണ്, വെള്ളം അതിലെ ലായകാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ചുള്ളതിനെ നമ്മൾ പറയണ പേരാണ് ലായിനി. പഞ്ചസാര ലായനിയിലാണെങ്കിൽ പഞ്ചസാരയാണ് ലീനം, വെള്ളമാണ് ലായകം. അതേപോലെ മൊത്തത്തിലുള്ള പഞ്ചസാര ലായനിയാണ് നമ്മൾ ലായനി എന്ന് പറയാം. ഈ പഞ്ചസാരയും വെള്ളവും കൂടി അലിഞ്ഞ് ഒരുമിച്ച് അവിടെ ആ മിക്സ്ചറിനെയാണ് നമ്മൾ ലായനി എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. ഇനി മിക്കവാറും ലായനികളിൽ ലായകത്തിന്റെ ഭൗതികാവസ്ഥയായിരിക്കും ലായനിയുടെ ഭൗതികാവസ്ഥ. ഒന്നുമില്ല, നമുക്ക് പഞ്ചസാര വെള്ളം നമ്മൾ ഉണ്ടാക്കി, പഞ്ചസാര ഒരു ഖര രൂപത്തിൽ സോളിഡ് ഫോമിൽ ഇരുന്ന ഒരു പദാർത്ഥമായിരുന്നു. അതിലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ കൂടിയ അളവിലുള്ളതായിരിക്കും ലായകം എന്ന്. അപ്പോ നമ്മൾ ഈ പഞ്ചസാരനെ ഈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
പഞ്ചസാരയുടെ അവസ്ഥ സോളിഡ് ഫോം ആയിരുന്നു, വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് ഫോം ആയിരുന്നു. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ലിക്വിഡ് ഫോമിൽ തന്നെയാണ് കിട്ടിയത്, സോളിഡ് ഫോമിലല്ല കിട്ടിയത്, പഞ്ചസാരയുടെ പോലെ ഖരാവസ്ഥയിലല്ല കിട്ടിയത്. അതാണ് പറഞ്ഞത് മിക്കവാറും ലായനികളിൽ ലായകത്തിന്റെ ഭൗതികാവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെയും ഭൗതികാവസ്ഥ. ഇവിടെ പഞ്ചസാര ലായനിയിൽ പഞ്ചസാര എന്ന് പറയുന്നത് സോളിഡ് ഫോമില ഖരാവസ്ഥയിലാണ് ഇരിക്കുന്നത്, വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലാണ് ഇരിക്കണത്. അപ്പൊ അത് രണ്ടും ഉപയോഗിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ലായനിയുടെ ഭൗതികാവസ്ഥ എന്ന് പറയുന്നത് ലായകത്തിന്റെ സ്റ്റേറ്റ് തന്നെയായിരിക്കും. ലായകം ഇവിടെ ലിക്വിഡ് ആയതുകൊണ്ട് ലായനിയും ലിക്വിഡ് ഫോമിലാണ്. മിക്കവാറും ലായനിയിലാട്ടോ പറയണത്. ഒരു ലായനിയിൽ കുറഞ്ഞ അളവിലുള്ള ഘടകം നമ്മൾ നേരത്തെ പറഞ്ഞു ലീനാണ്, കൂടിയ അളവിലുള്ള ഘടകം ലായകമാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാൻ പറ്റിയ സാധനം കേട്ടാ. ഇനി പിച്ചള, നമ്മൾ പണ്ട് പിച്ചള പഠിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിച്ചളയിലുള്ളത് ബ്രാസും അതായത് പിച്ചള എന്ന് പറഞ്ഞ സാധനത്തില് അടങ്ങിയിരിക്കുന്നത് സിങ്കും കോപ്പറാണ് അല്ലെ. അപ്പൊ സിങ്കും കോപ്പറും ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ പിച്ചളയില് സിങ്ക് എന്ന് പറഞ്ഞ സാധനമാണ് 34%, പിച്ചള എന്ന് പറയുന്നത് 66%. അപ്പൊ കൂടിയ അളവിലുള്ളത് കോപ്പറാണ്. പിച്ചളയില് കൂടിയ അളവിലുള്ളത് കോപ്പർ, അത് ചോദിച്ചിട്ടുണ്ട്. പിച്ചളയിൽ കൂടിയ അളവിലുള്ളത് ഏതാണ്? കോപ്പറാണ്, ചെമ്പാണ്. 66% പിച്ചളയിൽ എന്താണുള്ളത്? കോപ്പർ ആണുള്ളത്. 34% സിങ്ക് ഉള്ളത്. പിന്നെ ജലീയ ലായനിയിൽ എപ്പോഴും ലായകമായിരിക്കുന്ന ജലം, അതായത് ലിക്വിഡ് ഫോമിലുള്ള ഒരു സൊല്യൂഷന് എപ്പോഴും സോൾവെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ലായകത്തിന്റെ ഇംഗ്ലീഷാണ് സോൾവെന്റ്, ലീനത്തിന്റെ ഇംഗ്ലീഷാണ് സൊല്യൂട്ട്. അപ്പൊ എപ്പോഴും ലായകമായിരിക്കുന്നത് ജലായിരിക്കും. ജലീയ ലായനികളിൽ എപ്പോഴും ലായകം എന്ന് പറയുന്നത് ജലായിരിക്കും. അതായത് ഇപ്പൊ പഞ്ചസാര ലായനിയിൽ എപ്പോഴും പഞ്ചസാര ലായനിയിലെ ലായകം എന്ന് പറയുന്നത് ജലാണല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജലം കൊണ്ടുള്ള ലായനിയിൽ എപ്പോഴും ലായകമായിരിക്കുന്നത് ജലായിരിക്കും. ഇനി സാർവിക ലായനം എന്നറിയപ്പെടുന്നത് ജലാണ്. ഇനാമൽ പെയിന്റിനെ ലയിപ്പിക്കുന്ന ലായകം ചോദിച്ചാൽ അത് ടർപ്പന്റെയിൻ ആണ് കേട്ടോ. ഇനാമൽ പെയിന്റിനെ ലയിപ്പിക്കുന്ന ലായകം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടർപ്പന്റെയിൻ. ഇനി ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമായ ലായകങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ടർപ്പന്റെയിൻ, മണ്ണെണ്ണ, പെട്രോളൊക്കെ. നമുക്കറിയാം പെട്രോളൊക്കെ ഒരു ഹൈഡ്രോ കാർബണിന്റെ മിക്സ്ചർ ആണ്, മണ്ണെണ്ണ അതേപോലെ, ടർപ്പന്റെയിൻ അതേപോലെ. ഇത്രയും കാര്യങ്ങള് കിട്ടിയ ലീനം എന്താണെന്നും ലായകം എന്താണെന്നും ലായിനി എന്താണെന്നും കിട്ടിയ ഇതൊക്കെ മനസ്സിലായെങ്കിലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? ലീന എന്താണ്, ലായകം എന്താണ്, ലായിനി എന്താണ്, ഈ 3 കാര്യങ്ങൾ കിട്ടിയ ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറയോ? ലീനം, ലായകം, ലായിനി, ഈ 3 സാധനങ്ങൾ കിട്ടിയ കുറഞ്ഞ അളവിൽ പഞ്ചസാര ലായിനിയാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ പഞ്ചസാര ലീനമായിരിക്കും, അതിലെ വെള്ളം നമ്മൾ ചേർക്കണം വെള്ളം ലായകമായിരിക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണ ലായിനി എന്ന് പറയുന്ന സാധനമാണ്. ഈ പഞ്ചസാരയും വെള്ളം കൂടി ചേർന്നുണ്ടാക്കണത് പഞ്ചസാര വെള്ളമാണ് ആ ലായിനി എന്ന് പറയണത്. ക്ലിയർ ആണോ? ഈ 3 ടേംസ് ക്ലിയർ ആണോ? ബാക്കി ആരും റിപ്ലൈ തന്നെ ഇല്ലല്ലോ, 2 ആള് പറയണുള്ളൂല്ലോ. തൊട്ട് മുന്നത്തെ സ്ലൈഡ് ഒന്ന് കാണിച്ചു തരൂ. ഇതിലേതാണ്? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഡൗട്ട് ഇല്ല. അതായത് ഇനി നമ്മള് ഖരത്തിൽ ലയിച്ചത്, ലിക്വിഡ് ഖരത്തിൽ ലയിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. അതുകൊണ്ടാണ് ലീനം, ലായകം, ലായിനി ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നാലേ നമുക്ക് ഇനി അടുത്തത് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. അടുത്തത് ഉപ്പ് ലായനി. ഈ കുറച്ച് എക്സാമ്പിൾ അതിന്റെ അവസ്ഥവും ഇത് ലായനി എന്നാട്ടോ. ലായനിയുടെ അവസ്ഥയാണ് നമ്മൾ പറയാൻ പോണത്. ഉപ്പ് ലായനി നമുക്ക് എല്ലാവർക്കും അറിയണ സാധനമാണ് ഉപ്പ് ലായനി. അതില് ലീനം എന്ന് പറയണത്, ലീനം കുറച്ചളവിൽ, ഉപ്പ് ആണല്ലോ വെള്ളത്തിൽ ലയിക്കണത്. ലീനം എന്ന് പറയണത് ഉപ്പാണ്. ഉപ്പിന്റെ അവസ്ഥ ഖരാണ്. ഇനി ഉപ്പ് ലായനിയിൽ ലായക ഏതാ? ജലാണ്.
ജലത്തിന്റെ അവസ്ഥ ദ്രാവകം. അപ്പൊ മൊത്തത്തിലുള്ള ലായനിയുടെ ഉപ്പ് ലായനിയുടെ അവസ്ഥ അപ്പൊ എന്തായിരിക്കും? ദ്രാവകം. ഇനി അടുത്ത് പിച്ചള. പിച്ചളയില് നമ്മളിപ്പോ പറഞ്ഞു സിങ്കും കോപ്പറും ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സിങ്കും കോപ്പറും ആണ് ഉള്ളത്. അപ്പൊ സിങ്ക് എന്ന് പറയുന്നത് ഖരാണ്, ഖരാവസ്ഥയിലാണ് ഇരിക്കുന്നത്. കോപ്പർ എന്ന് പറഞ്ഞ ചെമ്പ് എന്ന് പറഞ്ഞ സാധനം ഖരാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ലായനിയുടെ അവസ്ഥ ഖരാവസ്ഥയാണ്. അതായത് ഖരത്തിൽ ലയിച്ചതും ഒരു ലായനിയാണ്. ഈ പറഞ്ഞ ഖരം ജലത്തിൽ ലയിച്ചതും മാത്രമല്ല ലായനി. ഇപ്പൊ ഉപ്പ് ലായനി, ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ലായനി എന്ന് പറയാം. നമുക്കെല്ലാം ലായനി ഒരു ലിക്വിഡ് ഫോമിൽ ഇരിക്കുന്ന സാധനമാണ് നമുക്കറിയുള്ളൂ. അപ്പൊ ഈ ഖരത്തിൽ ലയിച്ചാലും അതിനെ ലായനി എന്ന് പറയാം. വാതകം ദ്രാവകത്തിൽ ഈ ലയിച്ചാലും അതിനെ നമുക്ക് ദ്രാവകം എന്ന് പറയുന്നതാണ് ഈ പറയണത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതാണ് സോഡ വെള്ളം. നമ്മൾ ഉപയോഗിക്കുന്ന സോഡ വാട്ടർ. സോഡ വാട്ടറിൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വെള്ളത്തിൽ ലയിച്ചേക്കണത് അല്ലെ. വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലയിച്ചേക്കണത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്ത് സാധനം? ഒരു വാതകമാണ്, ഗ്യാസ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലാണ് ലയിച്ചേക്കണേ? ജലത്തില്. ജലത്തിന്റെ അവസ്ഥ എന്താ? ദ്രാവകം. മൊത്തത്തിൽ നമുക്ക് കുടിക്കാൻ കിട്ടുന്ന സോഡ വെള്ളയുടെ അവസ്ഥ എന്താ? ദ്രാവകം. ഓക്കെ, ഇനി അടുത്തത് ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം. ആൽക്കഹോളിന്റെ അവസ്ഥ നമുക്കറിയാം ഏതാ? ദ്രാവകാവസ്ഥയിലാണ്. പിന്നെ ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം. പിന്നെ ഉള്ളത് ജലം. ജലത്തിന്റെ അവസ്ഥ ദ്രാവകമാണ്. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള അവസ്ഥ ദ്രാവകം. ഇനി അടുത്തത് തുരിശ്. തുരിശ് നമുക്കറിയാം ഈ കുമിൾനാശിനിയൊക്കെ ആയിട്ട് അടിക്കുന്ന സാധനമാണ്. അപ്പൊ ഈ കുമിൾനാശിനിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു നീല കളർ ക്രിസ്റ്റൽ, ടാർപൗളിന്റെ കളറുള്ള ഒരു സാധനമാണ് ഈ തുരിശ് എന്ന് പറയണത്. ക്രിസ്റ്റൽ ഫോമിൽ ഇരിക്കണതാ. അപ്പൊ ഈ തുരിശ് എന്ന് പറഞ്ഞ സാധനം ഖരാവസ്ഥയിലാണ് ഇരിക്കണത്. അപ്പോ തുരിശ് ലായനി ഉണ്ടാക്കാനായിട്ട് ഈ തുരിശ് വെള്ളത്തിൽ ചേർക്കുമ്പോഴാണോ തുരിശ് ലായനി ഉണ്ടാക്കണത്. അപ്പോ എടുക്കണ ലായനി ജലാണ്, അവിടെ അവസ്ഥ ദ്രാവകമാണ്. മൊത്തത്തിലുള്ള ലായനിയുടെ അവസ്ഥ ദ്രാവകം. ഓക്കെ, അപ്പൊ ഒരു ഖരത്തിൽ ലയിച്ചതിന്റെ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ പിച്ചള. ഇനി വാതകം ദ്രാവകത്തിൽ ലയിച്ചതിന്റെ എക്സാമ്പിൾ ആണ് സോഡ വാട്ടർ ഒക്കെ. ഈ പറഞ്ഞ എക്സാമ്പിൾ, ഈ ടേബിൾ മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അടുത്തേക്ക് പോട്ടെ? ഓക്കെ, അപ്പൊ അടുത്തത് എടുക്കാം. ഇനി ശുദ്ധവായു എന്ന് പറയുന്നത് ഒരു വാതക ലായനിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ശുദ്ധവായുവിൽ ഒരുപാട് വാതകങ്ങളുടെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ ശുദ്ധവായു നമ്മുടെ ശുദ്ധവായു എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വാതക ലായനിയാണെന്നാണ് പറയണത്. ഒരു വാതകങ്ങൾ കമ്പൈൻ ചെയ്ത ഒരു ലായനിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ലായനി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ലിക്വിഡ് ഫോം മാത്രമല്ല എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി അന്തരീക്ഷ വായുവിലെ ഘടകങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിന്റെ ശതമാനം ചോദിക്കാറുണ്ട് കേട്ടോ. നൈട്രജൻ 78%. അന്തരീക്ഷ വായുവിലെ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അതിന്റെ ശതമാനം ചോദിക്കാറുണ്ട്. 78% അന്തരീക്ഷത്തിലെ നൈട്രജന്റെ ഇത്. നിങ്ങൾക്കറിയാം അന്തരീക്ഷത്തില് നൈട്രജൻ ആണ് കൂടുതൽ. പ്രപഞ്ചത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ് കേട്ടോ. ഭൂവൽക്കത്തിലാണെങ്കിൽ അത് ഓക്സിജൻ ആണ്. അപ്പൊ അന്തരീക്ഷ വായുവിലെ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. നൈട്രജൻ 78%. ഓക്സിജൻ ആണെങ്കിൽ 20.9%. റൗണ്ട് ചെയ്ത് 21% എന്നാണ് സാധാരണ ആൻസർ കീയിലൊക്കെ കാണാറ്. ഓക്കെ, അപ്പൊ അന്തരീക്ഷ വായുവിൽ പിന്നെയും സാധനങ്ങളുണ്ട്. ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പക്ഷെ ചോദിക്കണ 2% ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നൈട്രജൻ 78%, ഓക്സിജൻ ആണെങ്കിൽ 21%. അന്തരീക്ഷ വായുവിലെ ലായകമായ ഘടകം. ലായകം നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതലുള്ള സാധനത്തിനെയാണ് ലായകം എന്ന് ഉദ്ദേശിക്കുന്നത്. അതേതാ? നൈട്രജൻ ആണ്. അന്തരീക്ഷ വായുവിലെ ലായകമായ ഘടകം നൈട്രജൻ ആണ്. ലീനം ലായകത്തിൽ ലയിക്കുന്നതിന്റെ അടിസ്ഥാന പൊതുതത്വം എന്ന് പറയുന്നത് സമാനമായതിനെ ലയിപ്പിക്കും. അങ്ങനെ ഒരു ടോക്ക് പോലെ പറയുന്ന സാധനമാണ്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ലീനം ലായകത്തിൽ ലയിക്കുക. അതായത് നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ അടിസ്ഥാനമായ പൊതുതത്വം എന്തായത് പറയണത്? സമാനമായതിനെ ലയിപ്പിക്കും. അതിങ്ങനെ കോമൺ ആയിട്ട് പറയണ ഒരു കാര്യമാണ്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഇനി
ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവിനെയാണ് ലായനിയുടെ ഗാഢത എന്ന് പറയുക. അതായത് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയണത് ആ ലായനിയിൽ എത്രമാത്രം ലീനം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് ഉദ്ദേശിച്ചാണ് അതിന്റെ ഗാഢത പറയുക. അതായത് ഒരു പഞ്ചസാര ലായനിയിൽ എത്രത്തോളം പഞ്ചസാര അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നുദ്ദേശിച്ചാണ് ഈ ഗാഢത എന്ന് പറയണത്. അപ്പൊ ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവിനെ പറയണ പേരാണ് ലായനിയുടെ ഗാഢത. ലീനത്തിന്റെ അളവ് കുറഞ്ഞ ലായനിനെ നമ്മൾ പറയും നേർത്ത ലായനി. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഒരു ഗ്ലാസ് ചായ എടുക്കാണ്. ആ ചായ എടുക്കുമ്പോ ചിലവരാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടുള്ളൂ, കുറച്ച് പേരിന്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലായനിനെ നമുക്ക് നേർത്ത ലായനി എന്ന് പറയാം. അതേ ഒരു ഗ്ലാസ് ചായയിൽ ചിലവര് ഒരു 1.5 സ്പൂൺ പഞ്ചസാര ഇട്ടു എന്ന് വിചാരിക്കും. അപ്പൊ അവിടെ എന്താ, ഈ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ ലീനത്തിന്റെ അളവ് കുറഞ്ഞ ലായനിനെ നമ്മൾ നേർത്ത ലായനി എന്ന് പറയും. ലീനത്തിന്റെ അളവ് കൂടിയ ലായനിനെ നമ്മൾ ഗാഢ ലായനി എന്നാണ് പറയാ. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നാണ് പറയാ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ലീനത്തിന്റെ അളവ് കുറഞ്ഞത് ലൈനിനെ നമ്മൾ നേർത്ത ലൈനി എന്ന് പറയും. ലീനത്തിന്റെ അളവ് കൂടിയ ലൈനിനെ നമ്മൾ ഗാഢ ലൈനി എന്ന് പറയും. ഓക്കെ, ഇനി കുറച്ച് ലായകങ്ങള് പറയാണ്, അതിന്റെ ഉപയോഗങ്ങൾ കേട്ടാ ചോദിക്കാറുണ്ട്. പെട്രോള്, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ, ഈ പറഞ്ഞ ലായനിയുടെ ഒക്കെ പ്രത്യേകത വസ്ത്രങ്ങളിലെ ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവയൊക്കെ നീക്കം ചെയ്യാനും ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം. നമുക്കിപ്പോ അറിയാം, ഒരു ചക്ക വെട്ടി ആ ചക്കയുടെ പശയും അതും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മണ്ണെണ്ണയോ വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് സാധാരണ തേക്കാറ്. അതേപോലെ ഇപ്പൊ എന്തെങ്കിലും ഡ്രസ്സിൽ കറയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മണ്ണെണ്ണയൊക്കെ പറ്റി ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ പെട്രോള്, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ ഇതൊക്കെ ഉപയോഗിക്കുന്നത് വസ്ത്രങ്ങളിലെ ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവ നീക്കം ചെയ്യാനും ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സാധനം. പെട്രോളും മണ്ണെണ്ണയ്ക്ക് വേറെ ഉപയോഗം ഇല്ല എന്നല്ല പറഞ്ഞത്, നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് പറയണ കാര്യങ്ങളാട്ടാ. ബൊറാക്സ് ലൈനി, ഈ സാധനം ഉപയോഗിക്കണത് വസ്ത്രങ്ങളിലെ കാപ്പി, ചായ എന്നിവയുടെ കറ കളയാൻ ഉപയോഗിക്കുന്നതാണ് ബൊറാക്സ് ലൈനി കേട്ടോ. ബൊറാക്സ് ലൈനി വസ്ത്രങ്ങളിലെ കാപ്പി, ചായ എന്നിവയുടെ കറ കളയാൻ. ആൽക്കഹോള്, ചില ആൽക്കഹോളുകള്, അതായത് സുഗന്ധദ്രവ്യ നിർമ്മാണത്തിന് ആരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇന്ന് മണമുള്ള ഓയിലുകളൊക്കെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ആൽക്കഹോൾ. ഇനി ടിങ്ചർ അയോഡിൻ, അതെന്ന് പറയണത് 2 മുതൽ 3% അയോഡിൻ ആൽക്കഹോളിലും ജലത്തിലും ലയിപ്പിച്ച ലായനിനെയാണ് ഈ പറഞ്ഞ ടിങ്ചർ അയോഡിൻ എന്ന് പറയാ. 2 മുതൽ 3% അയോഡിൻ എന്ന് പറഞ്ഞ സാധനം ആൽക്കഹോളിലും ജലത്തിലും ലയിപ്പിച്ച ലായനിനെയാണ് നമ്മൾ ടിങ്ചർ അയോഡിൻ എന്ന് പറയാം. ഓക്കെ, ഇത് മുറിവ് കഴുകി വൃത്തിയാക്കാനും അണുനാശിനിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ടിങ്ചർ അയോഡിൻ. ടിങ്ചർ അയോഡിൻ ട്ടാ. അപ്പൊ പെട്രോൾ, മണ്ണെണ്ണ, ടർപ്പന്റൈൻ പറഞ്ഞ സാധനങ്ങൾ ഡ്രസ്സിലെ കറ കളയാനും അതേപോലെ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കും. ബൊറാക്സ് ലൈനി കാപ്പി, ചായ എന്നിവയുടെ കറ കളയാൻ ഉപയോഗിക്കും. ചിലതരം ആൽക്കഹോളുകൾ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിന് ആരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ടിങ്ചർ അയോഡിൻ എന്ന് പറഞ്ഞ സാധനം മുറിവുകൾ കഴുകി വൃത്തിയാക്കാനും അണുനാശിനിയൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ലായനിയുടെ ഗാഢത, കോൺസെൻട്രേഷൻ എന്താണെന്ന് പറഞ്ഞു. ചെറിയ അളവിലുള്ള ലീനമുള്ളതിനെ നമ്മൾ പറയും നേർത്ത ലായനി എന്ന് പറയും. ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ പറയും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും, കോൺസെൻട്രേറ്റഡ് ലായനി. അപ്പോ ഈ ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാൻ കുറച്ച് അളവുകൾ ഉണ്ട്. അതാണ് ഒന്ന് മാസ് പെർസെൻറ്റേജ്, രണ്ടാമത്തത് പാർട്സ് പെർ മില്യൺ, അതേപോലെ വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി. ഇതിന്റെ ചെറിയ ചെറിയ പോയിന്റ് പഠിച്ചാൽ മതി. പക്ഷെ ഇത് ചോദിക്കാറുണ്ട്, ഈ മൊളാലിറ്റി അതൊക്കെ ചോദിക്കാറുണ്ട്. PPM കുറച്ച് പോയിന്റുകൾ, എല്ലാത്തിനെയും കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിക്കണം.
ഇനി ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിനെയാണ് മാസ് പെർസെന്റേജ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഒരു ലായനിയില് എത്ര ശതമാനം ലീനം ഉണ്ട്, ഒരു ലായനിയിൽ എത്ര ശതമാനം ലീനം അലിഞ്ഞു ചേർന്നുണ്ട് എന്ന് പ്രസ്താവിക്കുന്ന രീതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മാസ് പെർസെന്റേജ് എന്ന് പറയുക. ഒരു ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതി, ഒരു ലായനിയിൽ എത്രമാത്രം ലീനം ലയിച്ച് ചേർന്നിട്ടുണ്ട്, എത്ര മാസ് ലീനം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയിലാണ് നമ്മൾ മാസ് പെർസെന്റേജ് എന്ന് പറയുക. ഇനി മാസ് പെർസെന്റേജ് നമ്മൾ എടുക്കണത് ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100 കേട്ടോ. ലീനത്തിന്റെ മാസ് അടിയിലായിട്ട് വേണമെങ്കിൽ എഴുതിക്കോ, ലായനിയുടെ മാസ് താഴെ എഴുതിയാൽ മതി. ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100 കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെന്റേജ് കാണുക. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഇത് ഞാൻ പറഞ്ഞുതരാം, അടുത്തത് നിങ്ങൾ തന്നെ ചെയ്യണേ. 10 ഗ്രാം ഉപ്പ് 90 ഗ്രാം ജലത്തിൽ ലയിച്ചാൽ മാസ് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിൽ ഗാഢത കണക്കാക്കാനാണ് ക്വസ്റ്റ്യൻ. 10 ഗ്രാം ഉപ്പ് 90 ഗ്രാം ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാല് മാസ് പെർസെന്റേജ് 90 ഗ്രാം അങ്ങനെ കൊടുത്തേക്കണതാണ് കേട്ടോ. ഗ്രാം ഈ ജലം നമ്മൾ സാധാരണ ലിറ്റർ കണക്കിലാണല്ലോ പറയാറ്. അപ്പോ ലീനത്തിന്റെ മാസ് 10 ഗ്രാം. ഓക്കെ, ലീനത്തിന്റെ മാസ് 10 ഗ്രാം എഴുതി, ലായകത്തിന്റെ മാസ് 90 ഗ്രാം എഴുതി. ഇനി ലായനിയുടെ മാസ് പെർസെന്റേജ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. ലീനത്തിന്റെ മാസ് എത്രയാ? 10 ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് എത്രയാ? ലായനിയുടെ മാസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ പറഞ്ഞ 10 + 90 ആണ് ലായനിയുടെ മാസ് എന്ന് പറയണത് അല്ലെ. ലായനി, അതായത് ലീനവും ലായകവും കൂടി ചേർന്നാണല്ലോ ലായനി ഉണ്ടാകണത്. ലീനവും ലായകവും കൂടി കൂട്ടിയാലാണ് ലായനി ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ മാസ് പെർസെന്റേജ് ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ ലീനത്തിന്റെ മാസ് അറിയണം. ലീനത്തിന്റെ മാസ് 10 ഗ്രാമാ. ഇനി നമുക്ക് അറിയേണ്ടത് ലായനിയുടെ മാസാ. ലായനി എങ്ങനെയാ കണ്ടുപിടിക്കുക? ലീനത്തിന്റെ മാസ് പ്ലസ് ലായകത്തിന്റെ മാസ്. അപ്പൊ 10 + 90 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും അല്ലെ. 10 + 90 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും അല്ലെ. അപ്പൊ ഈ പറഞ്ഞ 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 10% കിട്ടുക ആൻസർ. ഈ പ്രോബ്ലം ക്ലിയർ ആയോ? ഈ പ്രോബ്ലം ക്ലിയർ ആയോ? അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നാൽ ചെയ്യോ? എന്നാ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ ചെയ്തിട്ട് ആൻസർ പറയണേ. ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കുക, ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. പറയട്ടെ. 18 ഗ്രാം ജലത്തിൽ എ എന്ന പദാർത്ഥത്തിന്റെ 2 ഗ്രാം ചേർത്ത ഒരു ലായനി തയ്യാറാക്കി. അപ്പൊ 18 ഗ്രാം ജലത്തില് എ എന്ന പദാർത്ഥത്തിന്റെ 2 ഗ്രാം ചേർത്ത് ഒരു ലായനി ഉണ്ടാക്കി. ലായനിയുടെ മാസ് പെർസെന്റേജ് കണക്കാക്കുക. വേഗം ആൻസർ പറഞ്ഞേ. ജലത്തിന്റെ 18 ഗ്രാം ആണ്. എ എന്ന പദാർത്ഥം 2 ഗ്രാം ആണ് ചേർത്ത് ലായനി ഉണ്ടാക്കിയത്. ലായനിയുടെ മാസ് പെർസെന്റേജ്. ആൻസർ കിട്ടിയാ? ആൻസർ ബാക്കിയുള്ളവർക്ക് കിട്ടിയാ? ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ചെയ്തു നോക്കിയാ? നമുക്ക് തന്നിട്ടുണ്ട് ലീനത്തിന്റെ മാസ് എത്രയും തന്നിട്ടുണ്ട്. ലീനത്തിന്റെ മാസ് എത്രയാ? 2 ഗ്രാം ആണ്. ലായകത്തിന്റെ മാസ് എത്രയാ? 18 ഗ്രാം ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണ ലായനിയുടെ മാസ് എത്രയാ? 2 + 18 20 ഗ്രാം. അപ്പൊ മാസ് പെർസെന്റേജ് എങ്ങനെയാ കാണുക?
ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. ലീനത്തിന്റെ മാസ് നമുക്കറിയാം 2 ലായനിയുടെ മാസ് 20. അപ്പൊ 2/20 ഇൻറ്റു 100 ചെയ്ത 10% കിട്ടും. എല്ലാവർക്കും കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ 10? അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, അടുത്താണ് പാർട്സ് പെർ മില്യൺ. നമ്മളിവിടെ പറഞ്ഞു ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന അളവുകൾ. ഇത് ചിലപ്പോൾ ചോദിക്കാവുന്ന സാധനമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന അളവുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന അളവുകളിൽ പെടാത്തത് ഏതൊക്കെ. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെങ്കിലും പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന അളവുകളാണ്? ഒന്ന് മാസ് പെർസെൻറ്റേജ്, 2 പാർട്സ് പെർ മില്യൺ, വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി. ഇതൊന്ന് പഠിച്ചു വെക്കണേ. ഇനി പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് ഒരു നിശ്ചിത മാസ് ലായനിയുടെ ദശലക്ഷം ഭാഗത്തിൽ എത്രമാത്രം ലീനം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന അളവാണ്. അപ്പൊ ഒരു നിശ്ചിത മാസ് ലായനിയുടെ ദശലക്ഷം ഭാഗത്തിൽ എത്ര ലീനം ഉണ്ടെന്ന് അറിയുന്ന ഒരു അളവാണ് പാർട്സ് പെർ മില്യൺ. വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന അളവാണ് ഈ പറഞ്ഞ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന സാധനം. അപ്പോൾ കുറഞ്ഞ അളവിൽ പോലും ലീനം അടങ്ങിയിരിക്കണ അതിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അളവ് ചോദിച്ചാൽ അത് പാർട്സ് പെർ മില്യൺ ആണ്. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ പൈപ്പും വെള്ളം ഗവൺമെന്റിന്റെ നമുക്ക് പൈപ്പ് വെള്ളമായിട്ട് വരുന്നതിൽ ക്ലോറിൻ ആഡ് ചെയ്തിട്ടുള്ള ക്ലോറിൻ വെള്ളമാണ് വരാറ്. അപ്പൊ അത്രയും വെള്ളത്തില് എത്രത്തോളം ക്ലോറിൻ അടങ്ങിയിരിക്കണോ എന്ന് പറയണ ഒരു യൂണിറ്റ് ആണ് ഈ പറഞ്ഞ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. അപ്പൊ കുടിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിന്റെ അളവ് 4 ppm ആണ് കേട്ടോ. കടൽ വെള്ളത്തിലാണെങ്കിൽ 5.8 ppm ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ഈ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന സാധനം വളരെ കുറഞ്ഞ അളവില് അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാർട്സ് പെർ മില്യൺ. പിന്നെ കുടിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിന്റെ അളവൊന്ന് പഠിച്ചു വെക്കുക, 4 ppm കേട്ടോ. ഇത്രയും പോയിന്റുകൾ പഠിച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് മൊളാലിറ്റി. ഒരുപാട് 10th പ്രിലിംസിന് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അതായത് തെറ്റിക്കണതെന്ന് പറയുന്നത് മൊളാലിറ്റി എന്ന് പറയുന്നത് ലിറ്ററിൽ കാണാനാണ്. മൊളാലിറ്റി എന്ന് പറയുന്നത് ലിറ്റി കിലോഗ്രാമിലാണ്. ഓക്കെ, മനസ്സിലായോ? ഒരു വാക്കിന്റെ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമുള്ളൂ. ഇവിടെ രായാണ്, മൊളാലിറ്റിയാണ്. ഇവിടെ മൊളാലിറ്റിയാണ്. അപ്പോ 1 ലിറ്റർ ലായനിയിൽ ലയിച്ചിരിക്കുന്ന ലീനത്തിലെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് മൊളാലിറ്റി ആണ് ഈ കിലോഗ്രാം. അപ്പൊ ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആവും. അപ്പൊ നിങ്ങൾ ഒരെണ്ണം പഠിക്കുക. അതായത് ഇവിടെ നോക്കിയേ, ലിറ്റർ, ഇവിടെ ലിറ്ററിന്റെ അവിടെ ലാ വരില്ല, മൊളാലിറ്റി ആണ്. ലിറ്റർ എന്ന് പറഞ്ഞു പഠിക്കുക, ലിറ്റർ. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി, ലാ ഒരേപോലെ വരില്ല. നോക്കിയേ, ഇവിടെ ലിറ്റർ ആണ്, ഇവിടെ പക്ഷെ ആണ്, മൊളാലിറ്റി. ഇവിടെ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചാൽ മതിയല്ലോ. ലിറ്ററിൽ വരുന്നിടത്ത് ആണ് വരിക കേട്ടോ, മൊളാലിറ്റി. അപ്പൊ 1 ലിറ്റർ ലായനിയിൽ ലയിച്ചിരിക്കുന്ന ലീനത്തിലെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് മൊളാലിറ്റി ഉപയോഗിക്കും. ഇത് പലപ്പോഴും ചോദിക്കേണ്ടതാണ്, രണ്ടും ചോദിക്കാറുണ്ട്. 1 കിലോഗ്രാം ലായകത്തിൽ ലയിച്ചിരിക്കുന്ന ലീനത്തിലെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് മൊളാലിറ്റി. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കേണ്ട സാധനം പൂരിത ലായനി, അപൂരിത ലായനി, അതിപൂരിത ലായനി. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കണം, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പൂരിത ലായനി, അപൂരിത ലായനി, അതിപൂരിത ലായനി. ഓക്കെ, ഇനി പൂരിത ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു പഞ്ചസാര വെള്ളം ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. ഈ പഞ്ചസാര വെള്ളം നമ്മൾ കുറെ നേരം പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു സ്റ്റേജ് എത്തുമ്പോ പിന്നെ പഞ്ചസാര ഇല്ല. അപ്പൊ അതിനെ പറയണ പേരാണ് പൂരിത ലായനി. സാച്ചുറേറ്റഡ് ആയി, ഇനിയൊന്നും അലിയില്ല. അപ്പൊ പഞ്ചസാര വെള്ളത്തിലാണെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് അവസാനം അലിയാണ്ട് അത് അങ്ങനെ തന്നെ കൊടുക്കും. അതിനെയാണ് നമ്മൾ പറയണ പൂരിത ലായനി. എല്ലാം പൂർത്തിയായി. ഓക്കെ, അപ്പൊ ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന ലായനിനെയാണ് നമ്മൾ പറയണത് പൂരിത ലായനി. ഓക്കെ, ഇനി അടുത്തതാണ് അപൂരിത ലായനി. അതായത് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ
ആവശ്യമായതിൽ കുറവ് ലീനം ലയിപ്പിക്കുന്ന ലായനി. ഞാൻ പറഞ്ഞപ്പോ പഞ്ചസാര വെള്ളത്തിന്റെ കേസിലാണെങ്കിൽ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ പഞ്ചസാര പിന്നെ ലയിക്കില്ല. ആ പോയിന്റ് എത്തണേക്കാളും തൊട്ട് മുന്നുള്ളതിനെയാണ് അപൂരിത ലായനി എന്ന് പറയുന്നത്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനിയും അതില് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കൊള്ളും. ഓക്കെ, ഇനി ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി. അതിപൂരിത ലായനി നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സദ്യ കഴിക്കാൻ പോവുക. അപ്പൊ ഈ സദ്യ കഴിക്കാൻ പോണതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഭയങ്കര വിശപ്പാ. അപ്പൊ ആ ഒരു കണ്ടീഷനെ നമുക്ക് വേണമെങ്കിൽ പറയാം അപൂരിത ലായനി എന്ന് നമുക്ക് പറയാം. ഇനി കുറച്ചു നേരം കഴിഞ്ഞ് കുറെ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മതിയായി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് എത്തും, പിന്നെ നമുക്കൊന്നും പോവില്ല. അതിനെ നമ്മൾ പറയാം പൂരിത ലായനി എന്നുള്ള. ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്, ലായനി ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അതിന് നമുക്ക് പൂരിത ലായനി എന്ന് പറയാം. ഇനി ചിലവരെന്ത് ചെയ്യും, കുറച്ച് പായസമൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് മത്ത് പിടിച്ചു കഴിച്ച് മത്ത് പിടിച്ചു ഒരു പായസം കൂടി കഴിക്കണം. അപ്പൊ എന്ത് ചെയ്യും, കുറച്ച് അച്ചാർ അങ്ങനെ തൊട്ട് കഴിക്കി, അല്ലെങ്കിൽ ഒരു കുറച്ച് രസ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അതൊന്ന് സെറ്റ് ആക്കി അടുത്ത ട്രിപ്പ് കഴിക്കും. അതിനെ നമ്മൾ പറയും അതിപൂരിത ലായനി. ആവശ്യമില്ലെങ്കിൽ പിന്നെയും കുത്തിക്കയറ്റി കഴിക്കാം. അപ്പൊ ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി. ഈ അതിപൂരിത ലായനി എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂരിത ലായനിനെ കുറച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലീനം ചേർക്കാൻ പറ്റും. അതിനെ നമുക്ക് അതിപൂരിത ലായനി എന്ന് പറയാം. അതാണ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ മട്ടി ഇരിക്കുകയാണ്, കഴിക്കാനൊന്നും പറ്റില്ല, അപ്പൊ നമ്മൾ കുറച്ച് അച്ചാറ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടാക്കി പായസം കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കില്ലേ, അതിനെയാണ് നമ്മൾ പൂരിത ലായനിനെ ചൂടാക്കി കുറച്ചും കൂടി ലീനം ചേർത്ത് കഴിയണതിനെയാണ് നമ്മൾ അതിപൂരിത ലായനി എന്ന് പറയുന്നത്. ഇനി ഈ അതിപൂരിത ലായനിയെ സാവധാനത്തിൽ തണുപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലീനത്തിന്റെ ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്ന പ്രക്രിയനെയാണ് നമ്മൾ പരലീകരണം എന്ന് പറയുക. അപ്പൊ ഈ അതിപൂരിത ലായനീനെ ഇത് ചൂടാക്കിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കണം. ഈ സാധനത്തിനെ പതുക്കെ തണുപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രിസ്റ്റൽ ഫോം, ലീനത്തിന്റെ ക്രിസ്റ്റൽ ഫോം വരുന്ന പ്രക്രിയനെ നമ്മൾ പറയുന്നതാണ് പരലീകരണം. അപ്പൊ 3 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പൂരിത ലായനി, ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന ലായനിനെ നമ്മൾ പൂരിത ലായനി എന്ന് പറയും. അതിന് തൊട്ട് മുന്നത്തെ പോയിന്റിനെ നമ്മൾ അപൂരിത ലായനി എന്ന് പറയും. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിനേക്കാൾ കുറവ് ലീനം ലയിപ്പിച്ച ലായനി അപൂരിത ലായനി. ഇനി ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിൽ കൂടുതൽ ലായനി ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി എന്ന് പറയാം. ഇനി ഈ പൂരിത ലായനിനെ ചൂടാക്കി കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി ലീനം അലിയിച്ചാണ് നമുക്ക് അതിപൂരിത ലായനി ഉണ്ടാക്കാൻ പറ്റണത്. ഈ 3 ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ പൂരിത ലായനി, അപൂരിത ലായനി, അതേപോലെ അതിപൂരിത ലായനി, ഈ 3 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവാ. അടുത്താണ് ലേയത്വം എന്ന് പറയുന്നത് കേട്ടോ. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ അളവിനെയാണ് ലീനത്തിന്റെ ലേയത്വം എന്ന് പറയാം. അതായത് ഒരു 100 ഗ്രാം ലായകത്തെ അതിനെ സാച്ചുറേറ്റഡ് ആക്കാൻ, പൂരിതമാക്കാനായിട്ട് എത്ര ലീനം വേണോ അതിനെയാണ് നമ്മൾ ലീനത്തിന്റെ ലേയത്വം എന്ന് പറയാം. അതായത് ഇപ്പൊ ഒരു 100 ഗ്രാം വെള്ളത്തിന് അതിനെ സാച്ചുറേറ്റഡ് ആക്കാൻ എത്ര പഞ്ചസാര വേണം, അല്ലെങ്കിൽ എത്ര ഉപ്പ് വേണം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ലീനത്തിന്റെ ലേയത്വം എന്ന് പറയാം. അപ്പൊ ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ അളവിനെ പറയുന്ന പേരാണ് ലീനത്തിന്റെ ലേയത്വം. അപ്പോ ഈ താപനില കൂട്ടിയ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ലേയത്വം എന്ത് ചെയ്യും, ലേയത്വം കൂടുന്നു. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. താപനില കൂട്ടിക്കഴിഞ്ഞാൽ ലേയത്വം കൂടുകയാണ് ചെയ്യുക. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയ ആ സൊല്യൂബിലിറ്റി കൂടും, ലേയത്വത്തിന്റെ അളവ് കൂടും. ഇനി താപനില കൂടുമ്പോൾ ലേയത്വം കുറയുന്ന ഒരു പദാർത്ഥം ഉണ്ട്, അതാണ് കാൽസ്യം സൾഫേറ്റ്. അപ്പൊ ഈ കാൽസ്യം സൾഫേറ്റിന് മാത്രം എക്സെപ്ഷൻ കേസാണ്. താപനില കൂട്ടിക്കഴിഞ്ഞാൽ ലേയത്വം എങ്ങനെയാ ചെയ്യാ, എന്താ ചെയ്യാ, കുറയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ താപനില കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലേയത്വം കുറയുന്ന പദാർത്ഥമാണ് കാൽസ്യം സൾഫേറ്റ്.
ഇനി താപനിലയ്ക്ക് അനുസരിച്ച് ലേയത്വത്തിൽ വ്യത്യാസം വരാത്ത പദാർത്ഥമാണ് സോഡിയം ക്ലോറൈഡ്. അതായത് ടെമ്പറേച്ചർ വല്ലാണ്ട് കൂട്ടിയാലും ലേയത്വത്തിൽ വലിയ മാറ്റമൊന്നും വരാത്ത ഒരു സാധനമാണ് സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പ്. അപ്പൊ താപനിലയ്ക്ക് അനുസരിച്ച് ലേയത്വത്തിൽ വലിയ വ്യത്യാസം വരാത്ത പദാർത്ഥം സോഡിയം ക്ലോറൈഡ്. ഇനി ഈ ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. താപനില, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ ലീനത്തിന്റെയും ലായകത്തിന്റെയും സ്വഭാവം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാൽസ്യം സൾഫേറ്റ് ഒക്കെ ടെമ്പറേച്ചർ കൂട്ടിയാലും ലേയത്വം കുറയുന്ന പദാർത്ഥമാണ്. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാലും വലിയധികം അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആളാണ്. അപ്പൊ ലീനത്തിന്റെയും ലായകത്തിന്റെയും സ്വഭാവം ആശ്രയിച്ചിരിക്കുന്നു, മർദ്ദം ആശ്രയിച്ചിരിക്കുന്നു, പൊളാരിറ്റി, മോളിക്കുലർ സൈസ്. ഇതിൽ ചോദിക്കണത് താപനിലയും ലീനത്തിന്റെയും ലായകത്തിന്റെയും സ്വഭാവം, മർദ്ദമാണ് കേട്ടോ കൂടുതൽ ചോദിച്ചു കണ്ടേക്കണത്. ഓക്കെ, അടുത്തത് 3 തരത്തിലാണ് നമ്മൾ ലായനികളെ പ്രധാനമായിട്ടും പറയുക. യഥാർത്ഥ ലായനി, അതേപോലെ സസ്പെൻഷൻ, അതേപോലെ കൊളോയിഡ്. ഇങ്ങനെ 3 തരം ലായനികൾ ഉണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ വേറെ കുറെ പൂരിത ലായനി, അതിപൂരിത ലായനി എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ വേറെ പറയാണ്. 1 യഥാർത്ഥ ലായനി, 2 സസ്പെൻഷൻ, 3 കൊളോയിഡ്. എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആദ്യത്തെയാണ് യഥാർത്ഥ ലായനി. ഇതിലെ ഒരു പോയിന്റ് പോലും വിടാനില്ല, എല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. യഥാർത്ഥ ലായനി, ട്രൂ സൊല്യൂഷൻ. ആദ്യം നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. യഥാർത്ഥ ലായനിക്ക് എക്സാമ്പിൾ ആണ് പഞ്ചസാര ലായനി, അന്തരീക്ഷ വായു ഒക്കെ യഥാർത്ഥ ലായനിക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ പഠിക്കണേ. യഥാർത്ഥ ലായനിയിൽ ലീന കണികകളുടെ വലിപ്പം വളരെ കുറവായതിനാൽ നേത്രങ്ങൾ കൊണ്ടോ സൂക്ഷ്മദർശിനി ഉപയോഗിച്ചോ കാണാൻ കഴിയില്ല. ഇതൊന്നുമില്ല, പഞ്ചസാര ലായനിയില് പഞ്ചസാര അതിൽ അലിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പഞ്ചസാരനെ അവിടെ കാണാൻ പറ്റില്ല. അപ്പൊ ആ യഥാർത്ഥ ലായനി, അങ്ങനെയുള്ള ലായനിനെ നമ്മൾ പറയണ പേരാണ് യഥാർത്ഥ ലായനി, ട്രൂ സൊല്യൂഷൻ. യഥാർത്ഥ ലായനിയില് ലീന കണികകളുടെ വലിപ്പം വളരെ കുറവാണ്, അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, നേത്രങ്ങൾ കൊണ്ടോ സൂക്ഷ്മദർശിനി ഉപയോഗിച്ചോ കാണാൻ പറ്റില്ല. കണികയുടെ വലിപ്പം പറയണത് 0.01 to 1 നാനോമീറ്റർ ആണ്. 0.01 to 1 നാനോമീറ്റർ ആണ് കണികയുടെ വലിപ്പം പറയണത്. ഇനി കണികകൾ അതിസൂക്ഷ്മമായതാൽ പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയില്ല. ചിലതിനൊക്കെ ഈ ഇരുട്ടത്ത് കൊണ്ടുപോയി ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ, ടോർച്ചിന്റെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രകാശം പോണ ഒരു പാത നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു പാത ഈ പഞ്ചസാര ലായനി അങ്ങനെയുള്ള ലായനികൾക്ക് കാണാൻ പറ്റില്ല, പ്രകാശപാത കാണാൻ കഴിയില്ല. ഇനി ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഘടകങ്ങളെ വേർതിരിച്ചിക്കാൻ കഴിയില്ല. ഫിൽട്ടർ പേപ്പർ വേണ്ട, നിങ്ങളൊരു അരിപ്പ എടുത്തിട്ട് പഞ്ചസാര ലായനി അരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചസാരയൊന്നും കിട്ടാൻ പോണില്ലല്ലോ, അത്ര ഉള്ളു ഉദ്ദേശിക്കുന്നത്. കണികകൾ അടിയുന്നില്ല. പഞ്ചസാര ലായനി ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടിയണതായിട്ട് നിങ്ങൾക്ക് കാണാറുണ്ടോ? ഈ വെള്ളത്തിലുള്ള കരടല്ല ഞാൻ പറയണത്, അല്ലാണ്ട് പഞ്ചസാര ലായനി വെറുതെ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയോ അല്ലെങ്കിൽ വേറെ ഒന്നും അടിയണതായിട്ട് നമുക്ക് കാണില്ല. ഇനി അതിന് എക്സാമ്പിൾ ആണ് പഞ്ചസാര ലായനി, അന്തരീക്ഷ വായു ഒക്കെ. അപ്പൊ യഥാർത്ഥ ലായനി എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാര ലായനി ഓർക്കുക, അവിടെ ലീന കണികകളുടെ വലിപ്പം വളരെ കുറവാണ്, അതുകൊണ്ട് നമുക്ക് നേത്രങ്ങൾ കൊണ്ട് ഈ ലീനത്തിനെ പഞ്ചസാരനെ ഒന്നും കാണാൻ പറ്റില്ല. കണികയുടെ വലിപ്പം 0.01 മുതൽ 1 നാനോമീറ്റർ ആണ്. പ്രകാശപാത കാണാൻ പറ്റില്ല, പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയില്ല, സ്കാറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പ്രകാശപാത കാണാൻ കഴിയില്ലാത്തത്. പിന്നെ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഘടകങ്ങളെ വേർതിരിക്കാൻ കഴിയില്ല, കണികകൾ അടിയുന്നില്ല. ഇങ്ങനെയുള്ളതിനെ നമ്മൾ പറയണ പേരാണ് യഥാർത്ഥ ലായനി, ട്രൂ സൊല്യൂഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അതിനെയാണ് നമ്മൾ യഥാർത്ഥ ലായനി എന്ന് പറയാ കേട്ടോ. ഇനി അടുത്തതാണ് സസ്പെൻഷൻ. കേട്ടോ. സസ്പെൻഷൻ എന്ന് പറയുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ള ഇതാണ്. അതിന് എക്സാമ്പിൾ നോക്കിയാൽ മതി. സസ്പെൻഷനിലെ എക്സാമ്പിൾ ആണ് ചെളി വെള്ളവും മൂടൽ മഞ്ഞും. ആ എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാരണം കിട്ടും. ചെളിവെള്ളത്തിൽ നമുക്ക് അതിന്റെ ഉള്ളിലെ കല്ലും മണ്ണൊക്കെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും, അല്ല അതിന്റെ ഉള്ളിൽ വലിയ ഉരുളങ്കല്ല് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ള കണികകളുള്ള ലായനിയാണ് സസ്പെൻഷൻ. വലിപ്പം എന്ന് പറയുന്നത് 1000 നാനോമീറ്ററിൽ കൂടുതലാണ്. ഇനി സസ്പെൻഷൻ ലായനി പതിക്കുന്ന പ്രകാശം പ്രതിപതിക്കാൻ
പ്രതിപതിക്കുന്നു, അതുകൊണ്ട് പ്രകാശബാധ കാണുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു ടോർച്ച് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് അതിലെ പാസ് ചെയ്യണ ഒരു പാത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഘടകങ്ങളെ വേർതിരിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു ചെളിവെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്റ്റെയിനർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കല്ലും മണ്ണൊക്കെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇനി ഗുരുത്വാകർഷണം മൂലം കണികകൾ അടിയുന്നു. നമ്മൾ കുറച്ച് ചെളിവെള്ളം എടുത്തു വെച്ചേക്കാം. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ചെളിയിലെ സാധനങ്ങളൊക്കെ താഴെ അടിഞ്ഞിട്ട് മുകളിൽ കുറച്ചും കൂടി തെളിഞ്ഞൊരു വെള്ളം കാണും. അതിനെയാണ് ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയാം. അപ്പൊ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത്ര വലിപ്പമുള്ള കണികകളുള്ള ലായനിയാണ്. കണികയുടെ വലിപ്പം 1000 നാനോമീറ്റർ കൂടുതലാണ്. പ്രകാശബാധ കാണാൻ പറ്റും, പ്രകാശബാധ ദൃശ്യമാക്കുന്നു. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയും. ഗുരുത്വാകർഷണം മൂലം കണികകൾ അടിയും. പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ ഉദാഹരണമാണ് ചെളിവെള്ളം, മൂടൽമഞ്ഞ്. ക്ലിയർ ആയോ? കിട്ടിയോ? ഓക്കെ, സ്പീഡ് കുറയ്ക്കാം കേട്ടോ. ഒന്നും കൂടി ഞാൻ എന്നാ പറഞ്ഞുതരാം. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെളിവെള്ളം ആലോചിച്ചാൽ മതി. ചെളിവെള്ളത്തിന്റെ പ്രത്യേകത, ചെളിവെള്ളം നമ്മൾ കുറച്ചു നേരം എടുത്തു വെച്ച് കഴിഞ്ഞാൽ സാധനത്തിന് അടിയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അത് സസ്പെൻഷന്റെ ഒരു പ്രത്യേകതയാണ്. ചെളിവെള്ളത്തില് അതിന്റെ മണ്ണും ചെളിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് അടിയും. അപ്പൊ അത് സസ്പെൻഷന് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ നമുക്കൊരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ കല്ലും മണ്ണൊക്കെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. പിന്നെ പ്രകാശപാത കാണാൻ പറ്റും. അത് സസ്പെൻഷനും അതേപോലെ തന്നെ ഈ പറഞ്ഞ കൊളോയിഡിനും, അടുത്തത് പറയണ കൊളോയിഡാണ്, രണ്ടിനും പ്രകാശപാത കാണാൻ പറ്റും. യഥാർത്ഥ ലായനിയിൽ മാത്രമാണ് പ്രകാശപാത കാണാൻ പറ്റാത്തത്. ഇനി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതിലും വലിപ്പമുള്ള കഴിയുന്നത്രയും വലിപ്പമുള്ള കണികളുള്ള ലായനിയാണ്. അത് നമ്മൾ പറഞ്ഞ ഇപ്പൊ ചെളിവെള്ളത്തിൽ കല്ലും മണ്ണൊക്കെ നമുക്ക് കാണാൻ പറ്റും, വിസിബിൾ ആണ്. അപ്പൊ വലിപ്പം എന്ന് പറയുന്നത് 1000 നാനോമീറ്ററിൽ കൂടുതലാണ്. ക്ലിയർ ആണോ ഇത്? ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞ യഥാർത്ഥ ലായനി, അതിന് എക്സാമ്പിൾ പഞ്ചസാര വെള്ളം ആലോചിച്ചാൽ മതി. പഞ്ചസാര വെള്ളം ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ കണികകളൊന്നും അടിയില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് ലീനൊന്നും കാണാൻ പറ്റില്ല. പ്രകാശപാത കാണാൻ പറ്റില്ല. കണികയുടെ വലിപ്പത്തിരി കുറവായിരിക്കും. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. പോട്ടെ. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. വേണ്ട, കൊളോയിഡും കൂടി എടുത്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കൊളോയിഡ് കേട്ടാ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു, കൊളോയിഡിന് എക്സാമ്പിൾ ആണ് പാല്, മഷി, നേർത്ത കഞ്ഞിവെള്ളം കേട്ടാ. ഈ 3 എക്സാമ്പിൾ പഠിക്കുക. പാല്, മഷി, അതേപോലെ നേർത്ത കഞ്ഞിവെള്ളം കേട്ടാ. ഇവിടെ പ്രത്യേകത, സസ്പെൻഷനിലെ പോലെ കണികകൾ അടിയുന്നില്ല. പാല് നിങ്ങൾ നോക്കിയാൽ മതി. പാല് കുറച്ചു നേരം പുറത്തെടുത്ത് വെച്ചു എന്ന് വെച്ചിട്ട് പാലിൽ എന്തെങ്കിലും സാധനങ്ങൾ താഴെ അടിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സസ്പെൻഷനിലേതുപോലെ കണികകൾ അടിയുന്നില്ല ഈ പാലില്. പിന്നെ അടുത്തതാണ്, കൊളോയിഡൽ ലായനികളിൽ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഘടകങ്ങളെ വേർതിരിക്കാൻ കഴിയില്ല. അപ്പൊ പാല് നമ്മളൊരു അരിപ്പെടുത്ത് അരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കരടുണ്ടെങ്കിൽ കിട്ടും എന്നല്ലാണ്ട് പാലിന്റെ വല്ല പാർട്ടിക്കിൾസും നമുക്ക് വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സസ്പെൻഷനിലും കൊളോയിഡിലും പ്രകാശപാത കാണാൻ പറ്റും എന്ന് പറയും. ഓക്കെ, മറ്റെവിടത്താണെങ്കിൽ പ്രതിപദിക്കുന്നതുകൊണ്ട് കാണും, ഇവിടെ വിസരിപ്പിക്കുന്നത് കൊണ്ട് കാണാൻ പറ്റും. ഇനി കണികയുടെ വലിപ്പം 1 മുതൽ 1000 നാനോമീറ്റർ വരെയാണ്. ഇവിടെയാണെങ്കിൽ 1000 നാനോമീറ്ററിൽ കൂടുതലാണ്. അവിടെയാണെങ്കിൽ 0.01നും 1നും ഇടയിലാണ് കേട്ടോ. ഇനി യഥാർത്ഥ ലായനിയേക്കാൾ വലിയ ലീന കണികകളാണ് ഉള്ളത് കേട്ടോ. വലിയ ലീന നഗ്നകണികളുള്ള ലായനികളാണ് ഈ കൊളോയിഡിലുള്ളത്. അപ്പൊ യഥാർത്ഥ ലായനിയേക്കാൾ കുറച്ചും കൂടി വലിയതാണ്. അപ്പൊ പാലിന്റെ കാര്യം ആലോചിച്ചാൽ മതി. പാല് നമുക്ക് യഥാർത്ഥ പാലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് അരിക്കാൻ പറ്റില്ല. കണികകൾ അടിയില്ല. പിന്നെ കണികയുടെ വലിപ്പം 1 മുതൽ 1000 നാനോമീറ്റർ ആണ്. പിന്നെ പ്രകാശപാത കാണുന്നതാണ്. പിന്നെ യഥാർത്ഥ ലായനിയേക്കാൾ കുറച്ചും കൂടി വലിയ കണികകളാണെന്ന് മാത്രം.
ഓക്കെ, ക്ലിയർ ആണോ? കൊളോയിഡ് ക്ലിയർ ആണോ? ഇതിന് എക്സാമ്പിൾ ഒക്കെ നോക്കി വെക്കുക. പാല്, മഷി, താഴെ തന്നിരിക്കുന്നവ ഏത് തരം ലായനിക്ക് ഉദാഹരണമാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ ഭാഗത്തുനിന്ന് വന്ന, ഇതുവരെ എടുത്ത ഭാഗത്തുനിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് എഴുതുക കേട്ടോ. ഇത് ബിവറേജ് എൽ ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2023 ബിവറേജ് എൽ ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ്, ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ശരിയോ തെറ്റോ പറഞ്ഞേ? ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പറയ്, ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകമാണോ? ബാക്കിയുള്ളവരൊന്ന് ആൻസർ ചെയ്തേ. ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകമാണോ? ശരിയാണ്. നമ്മൾ പറഞ്ഞു ലേയത്വത്തെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ താപനില, ടെമ്പറേച്ചർ പറഞ്ഞു, അതേപോലെ ലീനത്തിന്റെയും ലായകത്തിന്റെയും സ്വഭാവം പറഞ്ഞു, മർദ്ദം പറഞ്ഞു, പൊളാരിറ്റി പറഞ്ഞു, മോളിക്കുലാർ സൈസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ലീനത്തിന്റെ ആയാലും അതെ, ലായകത്തിന്റെ ആയാലും അതെ, രണ്ടിന്റെയും സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കും. അടുത്തത് കേട്ടോ, പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നു. ശരിയോ തെറ്റോ? പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നു. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയിലെ അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നു. ശരിയാണോ? ബാക്കി ആരും ഒന്നും പറയണില്ലല്ലോ. ഫോൾസ് ആണ്. ഫോൾസ് അല്ലേ? ശരിയല്ലല്ലോ. നമ്മൾ പറഞ്ഞു, പൂരിത ലായനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവണേലും മുന്നുള്ള അവസ്ഥ നമ്മൾ പറയണതാണ് എന്ത് അവസ്ഥ? അപൂരിത ലായനി അല്ലെ? ഇനി സാച്ചുറേറ്റഡ് ആവാൻ ഇനിയും സാധനങ്ങൾ ആവശ്യമുണ്ട്, ലീൻ ആവശ്യമുണ്ട്. അപ്പോ പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥേനെ നമ്മൾ പറയണ പേരാണ് അപൂരിത ലായനി. ആണെങ്കിൽ ആ സ്ലൈഡിൽ ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞു, പൂരിതമാകാൻ ആവശ്യമായതിൽ കുറവ് ലീനം ലയിപ്പിച്ച ലായനി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി പൂരിത ലായനിക്ക് തൊട്ട് മുന്നുള്ള അവസ്ഥനെ നമ്മൾ പറയണതാണ് അപൂരിത ലായനി. ഇനി അതിപൂരിത ലായനി എന്ന് പറഞ്ഞ എന്താ? പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിനെയാണ്. അതായത് ആവശ്യത്തിൽ കൂടുതൽ, പൂരിതമായതിലും കൂടുതൽ ലീന ആവശ്യമുണ്ടെങ്കിൽ അതിനെ നമ്മൾ, അതിലും കൂടുതൽ ലീന അതിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയണതാണ് അതിപൂരിത ലായനി. ക്ലിയർ ആയോ? ആ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയില്ലേ? അപ്പൊ പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥേനെ നമ്മൾ പറയണതാണ് അപൂരിത ലായനി. പൂരിത ലായനി കഴിഞ്ഞിട്ടും ആയതിനു ശേഷവും പിന്നെ ലീനം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും അതിപൂരിത ലായനി. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ശരിയോ തെറ്റോ? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നുണ്ടെങ്കിൽ അതിനെ പറയണ പേരാണ് പൂരിത ലായനി. ശരിയാ തെറ്റോ? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അതെങ്ങനെ ഫോൾസ് ആവണേ? പരമാവധി ലീനം ലയിച്ചു ചേർന്നുണ്ടെങ്കിൽ പൂരിതായി, സാച്ചുറേറ്റഡ് ആയി. ഇനി അതിൽ കൊള്ളില്ലേ? ഇപ്പൊ പഞ്ചസാര ലായനി ഞാൻ പറഞ്ഞില്ലേ, പഞ്ചസാര ലായനിയിലാണെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര ലായനിയിൽ സാച്ചുറേറ്റഡ് അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ലീനം ലയിക്കില്ല. അപ്പൊ അതിന് തൊട്ട് മുന്നത്തെ അവസ്ഥയാണ് മാക്സിമം ലീനം ലയിച്ചു ചേർന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും പൂരിതായി.
പൂരിത ലായനിയായി. ഇപ്പൊ നിങ്ങൾ സദ്യയുടെ കാര്യം ആലോചിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മാക്സിമം ഫുഡ് അടിച്ച് കയറ്റി, അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ആയി, പൂരിതായി, സാച്ചുറേറ്റഡ് ആയി. ആ സാച്ചുറേഷന് മുന്നുള്ള പോയിന്റിനെ നമ്മൾ നല്ലാടെ വിശന്നിരിക്കുന്ന അവസ്ഥനെ നമ്മൾ പറയും എന്തെന്ന്, അപൂരിത ലായനി എന്നുള്ള അവസ്ഥ പറയും. ഇനി ആവശ്യമായതിനും കംപ്ലീറ്റ് ആയി, നമുക്ക് മതിയായി, എന്നാലും നമ്മൾ പിന്നെയും കഴിക്കണതിനെ നമ്മൾ പറയണതാണ് അതിപൂരിത ലായനി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത്, എല്ലാ ലവണങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു. ശരിയാണോ? എല്ലാ ലവണങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു. എല്ലാ ലവണങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുമോ? എല്ലാ ലവണങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ ആ സ്ലൈഡ് എടുത്ത് നിങ്ങൾക്ക് ആൻസർ പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ ആൻസർ പറയണേ. താപനില കൂടുമ്പോൾ ലേയത്വം കുറയുന്ന പദാർത്ഥം ഉണ്ട്, അതാണ് കാൽസ്യം സൾഫേറ്റ്. ഇവിടെ നമ്മളോട് പറഞ്ഞത് എല്ലാ ലവണങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു എന്നാണ്. അപ്പൊ താപനില കൂടിയപ്പോ ലേയത്വം കുറഞ്ഞൊരു പദാർത്ഥം ഉണ്ട്, കാൽസ്യം സൾഫേറ്റ്. ഇനി അടുത്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു താപനിലയ്ക്ക് അനുസരിച്ച് ലേയത്വത്തിൽ വ്യത്യാസം വരാത്ത പദാർത്ഥമാണ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? എല്ലാ ലവണങ്ങളുടെ ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല, തെറ്റാണ് അല്ലെ. നമ്മളിപ്പോ രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അല്ലെ, കാൽസ്യം സൾഫേറ്റിന്റെയും സോഡിയം ക്ലോറൈഡിന്റെയും കേസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കണ ഒരു ഏരിയ ആണേ. അപ്പൊ ഈ പൂരിത ലായനി എന്താ, അപൂരിത ലായനി എന്താ, അതിപൂരിത ലായനി എന്താ, ലീനം എന്താ, ലായകം എന്താ, ലായനി എന്താ, ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ഇത്രയും എടുത്തതില് എന്തെങ്കിലും സംശയം ഉണ്ടാ? കുറെ ഇങ്ങനെ ലൈനിയുടെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടാ? ക്ലിയർ ആണോ? അടുത്തേക്ക് പോട്ടെ. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ടിൻഡൽ പ്രഭാവം. പൊടിപടലങ്ങളിലെ കണികാ വലിപ്പം കൊളോയിഡിനേതുപോലെ തുല്യമാണ്. നമ്മുടെ ഈ പൊടിപടലങ്ങളിലെ. അപ്പൊ ഈ കൊളോയിഡിൽ കണികകളിൽ പ്രകാശം വിസരിക്കുന്ന പ്രതിഭാസത്തിനെ നമ്മൾ പറയണ പേരാണ് ടിൻഡൽ പ്രഭാവം കേട്ടോ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. കൊളോയിഡില് നമ്മുടെ ഇപ്പൊ പറഞ്ഞില്ലേ പ്രകാശബാധ എന്നിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു പ്രഭാവത്തിനെ നമ്മൾ പറയണ പേരാണ് ടിൻഡൽ എഫക്റ്റ്. കൊളോയിഡിൽ കണികകളിൽ പ്രകാശം വിസരിക്കുന്ന പ്രതിഭാസം നമ്മൾ പറഞ്ഞില്ലേ, കൊളോയിഡില് പ്രകാശബാധ ദൃശ്യമാകുന്നു, പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയുന്നു. ആ ഒരു ഇഫക്റ്റിനെ പറയണ പേരാണ് ടിൻഡൽ ഇഫക്റ്റ് കേട്ടാ. ടിൻഡൽ ഇഫക്റ്റ് ഈ ഫിസിക്സിന്റെ ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഫിസിക്സും കെമിസ്ട്രി അങ്ങനെ മിക്സ് ചെയ്ത് ചോദിക്കാറുണ്ട് ആ സാധനം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കൊളോയിഡുകൾ പഠിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ ആണ് പാല്, മഷി, നേരത്തെ കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ പഠിച്ചു. ഇനി നമ്മൾ വേറെ കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കൊളോയിഡുകൾ നമ്മൾ പറയാണ്, എന്നിട്ട് അതിലെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം ഒക്കെ എന്താണെന്ന് പറയാണ്. ഈ പറഞ്ഞ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ടിലുള്ളതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. സ്മോളർ എമൗണ്ട്, നമ്മുടെ ലീനം പോലെയൊക്കെ സ്മോൾ ആയിട്ടുള്ള എമൗണ്ടിനുള്ളതിനെയാണ് നമ്മൾ എന്ന് പറയാം ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ഈ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് വലിയ എമൗണ്ടിലുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഇത് ബിഗ് എമൗണ്ടിലുള്ളത്, ഇത് സ്മോൾ എമൗണ്ടിലുള്ളത് കേട്ടോ. അപ്പൊ കുറച്ച് കൊളോയിഡുകൾ പറയാണ്. ഇതില് എമൽഷൻ എപ്പോഴും ചോദിക്കണ സാധനമാണ്. എയറോസോൾ എപ്പോഴും ചോദിക്കണതാണ്. ജെല്ലൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണത് എമൽഷും അതേപോലെ ഫോം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ എമൽഷൻ
ഫോം അങ്ങനെ കണ്ടിട്ടില്ല. ഈ എമൽഷനും എയറോസോളും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണതാണ് കേട്ടോ. അപ്പൊ കുറച്ച് കൊളോയിഡ്, അതില് കുറച്ച് എമൗണ്ട് ഉള്ളത് ഏത്, കൂടിയ എമൗണ്ട് ഉള്ളത് ഏത്, അതിന് എക്സാമ്പിൾ, അത്രയാണ് പഠിക്കണത്. സോളിഡ് സോൾ എന്ന് പറയണത് ഖരത്തിലുള്ളതിനെ നമ്മൾ പറയണതാണ് സോളിഡ് സോൾ. പറ്റുന്നവർ ഇത് മുഴുവൻ പഠിക്കുക. രത്നങ്ങളൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. സോളിഡ് സോളിന് എക്സാമ്പിൾ ആണ് ഖരത്തിൽ ലയിച്ചത്. കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ ജെല്ലൊക്കെ എടുക്കാം. ഈ ജെല്ല് ഫോമിൽ ഇരിക്കുന്ന സാധനമാണ് നമുക്കറിയാം വെണ്ണ, ജാമ്, ചീസ്, ഈ പറഞ്ഞ സാധനമൊക്കെ ഒരു ജെല്ലി ടെക്സ്ചർ ആണ് അതിനുള്ളത്. അപ്പൊ അവിടെ ചെറിയ എമൗണ്ടിലുള്ളത് ദ്രാവകമാണെന്ന് നമുക്കറിയാം. ഒരു ജെല്ലി ലൈക്ക് ടെക്സ്ചർ വരുമ്പോ അവിടെ ദ്രാവകത്തിന്റെ അളവ് കുറവായിരിക്കും. അവിടെ കൂടുതലുള്ളത് ഖരത്തിന്റെ അളവാണ് അല്ലെ. ഒരു സോളിഡ് സെമി സോളിഡ് ഫോമിലാണല്ലോ ഈ ജലം, ഈ പറഞ്ഞ ജാം ആയാലും ചീസ് ആയാലും വെണ്ണയായാലും ഒക്കെ ഇരിക്കുക. അപ്പൊ അവിടെ ദ്രാവകം എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്, കുറച്ച് അളവുള്ളൂ. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ഖരായിരിക്കും. പിന്നെ നമുക്കറിയാം ഈ ജാം എന്നൊക്കെ പറഞ്ഞ സാധനം ഈ ഫ്രൂട്ടിന്റെ പൾപ്പ്, ഫ്രൂട്ട് ഉപയോഗിച്ചാണല്ലോ ഉണ്ടാക്കണത്. ഓക്കെ, അപ്പൊ കൂടുതലുള്ളത് ഖരായിരിക്കും, കുറവുള്ളത് ദ്രാവകമായിരിക്കും. ഇനി സോളിഡ് ഫോം എന്ന് പറയുന്ന കൊളോയിഡില് ആ സാധനത്തില് വാതകവും ഖരവും കൂടിയിട്ടുള്ള അവസ്ഥയാണ്. റബ്ബർ മെത്തയൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അതില് എന്തെങ്കിലും ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ടാവും, ഉള്ളില് ചെറിയ എമൗണ്ടിൽ ഗ്യാസ് ഉണ്ടാവും. അപ്പൊ ഖരമായിട്ട് അവിടെ ഒരു റബ്ബറിന്റെ ഒരു സംഭവമാണല്ലോ. അപ്പൊ റബ്ബർ മെത്തയൊക്കെ ഈ പറഞ്ഞ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ജെല്ല് എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ട് അതിനെ പറയണ പേരാണ്. ഈ ഫോമിൽ ഇരിക്കുന്ന കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ ആണ് വെണ്ണ, ജാം, ചീസ് ഒക്കെ കേട്ടോ. അപ്പൊ പറ്റുന്നവര് ബാക്കി എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഇനി നമുക്ക് എമൽഷൻ ഒന്ന് നോക്കാം. ദ്രാവകവും ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ദ്രാവകമായ സാധനമാണ് നമ്മുടെ എമൽഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പാലൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, ദ്രാവകമാണ്. അതായത് നമുക്കറിയാം പാലിൽ കുറച്ച് ഫാറ്റി മോളിക്യൂൾസ് ഉണ്ട്, ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുറച്ച് വെള്ളത്തിന്റെ അളവുണ്ട്. അപ്പൊ രണ്ടും ഡിസ്പേഴ്സ്ഡ് ഫേസും കൂടിയ അളവുള്ള സാധനവും കുറഞ്ഞ അളവുള്ള സാധനം ദ്രാവകാവസ്ഥയിലാവുമ്പോ അതിനെ പറയണ പേരാണ് എമൽഷൻ എന്ന് പറയണത് കേട്ടോ. ഞാൻ കൂടുതൽ സ്ട്രെച്ച് ചെയ്ത് ഈ രണ്ട് സാധനം പറഞ്ഞുതരാം. ബാക്കിയുള്ളത് ഞാൻ പറയാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ടാട്ടോ. അപ്പൊ ഈ പറഞ്ഞ പാലിലൊക്കെ രണ്ടും ദ്രാവകാവസ്ഥയിൽ, അതിലുള്ള വാട്ടർ കണ്ടന്റും ഉണ്ട്, അതേപോലെ ഫാറ്റ് മോളിക്യൂൾസ്, ഇത് രണ്ടും ദ്രാവകാവസ്ഥയിലുള്ള ഫോമിനെ നമ്മൾ പറയണ പേരാണ് എമൽഷൻ. രണ്ടും ദ്രാവകാവസ്ഥയിൽ. അപ്പൊ എങ്ങനെ ചോദിക്കുക, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ദ്രാവകമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ കൊളോയിഡൽ ഫോമിനെ എന്തെന്ന് പറയുമെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് എമൽഷൻ. അതിന് എക്സാമ്പിൾ ആണ് പാല്, പെയിന്റ് ഒക്കെ. നമുക്കറിയാം പെയിന്റിന്റെ ഒക്കെ ഒരു ടെക്സ്ചർ. ഓക്കെ, ഇനി എയറോസോൾ എന്ന് പറഞ്ഞത് ഖരം വാതകത്തിലാണ്. അതായത് പൊടിക്കാറ്റൊക്കെ, പുകയൊക്കെ അതിന് എക്സാമ്പിളാ. പൊടിക്കാറ്റിൽ നമുക്കറിയാം പൊടിയുണ്ട്, അപ്പൊ പൊടിയായിരിക്കും കുറച്ച് എമൗണ്ടിലുള്ളത്. അതേപോലെ തന്നെ കാറ്റിൽ നമുക്കറിയാം പലതരം ഗ്യാസ് ഫോംസ് ഒക്കെ കൂടി അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ അതായിരിക്കും വാതകമായിരിക്കും കൂടിയ അളവിലുള്ളത്. അപ്പൊ ഖരം വാതകത്തിലുള്ള അവസ്ഥേനെ പറയണ പേരാണ് എയറോസോൾ. അതിന് എക്സാമ്പിൾ ആണ് പുകയും പൊടിക്കാറ്റ് ഒക്കെ. ഓക്കെ, ഇനി ലിക്വിഡ് എയറോസോൾ ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് മൂടൽമഞ്ഞും കാർമേഘം ഒക്കെ. അപ്പൊ അവിടെ മൂടൽമഞ്ഞിൽ എന്തൊക്കെയുള്ള വാട്ടർ, വെള്ളത്തുള്ളികൾ, മഴത്തുള്ളികളൊക്കെ ഉണ്ടാവൂലോ മൂടൽമഞ്ഞില്. അപ്പൊ ആ വെള്ളത്തുള്ളികൾ ദ്രാവകാവസ്ഥയിലും ഡിസ്പേർഷൻ മീഡിയം വാതകാവസ്ഥയിലാണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയണ പേരാണ് ലിക്വിഡ് എയറോസോൾ. ആ കൊളോയിഡിന്റെ പേരാണ് ലിക്വിഡ് എയറോസോൾ. ഇത് ക്ലിയർ ആയോ? മനസ്സിലായോ? കുറച്ചെങ്കിലും മനസ്സിലായോ? ഒന്നും കൂടി പറയണോ? ഒന്നും പറ്റിയില്ലെങ്കിൽ എമൽഷൻ എന്താന്ന് പഠിക്കുക. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം ദ്രാവകമായിരിക്കുന്ന അവസ്ഥയാണ് എമൽഷൻ. അവിടെ അതിന് എക്സാമ്പിൾ പാലും പെയിന്റും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. പിന്നെ എയറോസോൾ ഒന്ന് നോക്കാം. എയറോസോളിന്റെ പ്രത്യേകത അവിടെ ഖരവും വാതകവും ഉള്ള ഒരു മീഡിയമാണ്. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഖരവും ഡിസ്പേർഷൻ മീഡിയം വാതകമാണ്. അതിന് എക്സാമ്പിൾ ആണ് പുക, അതേപോലെ തന്നെ പൊടിക്കാറ്റൊക്കെ. മൂടൽമഞ്ഞും കാർമേഘം ആണെങ്കിൽ അവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ് ഉള്ളത് കൊണ്ട് അത് ദ്രാവകം വാതകത്തിലാവും. അതിനെ നമ്മൾ പറയുന്നത് ലിക്വിഡ് എയറോസോൾ. അറ്റ്ലീസ്റ്റ് ഇത്രയും എങ്കിലും പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ജെല്ല് എന്ന് പറയുന്ന കൊളോയിഡ് ടൈപ്പിൽ അവിടെ എന്തായിരിക്കും, ഡിസ്പേർഷൻ കൂടുതൽ കുറവ് അളവിലുള്ളത് ദ്രാവകമായിരിക്കും,
കൂടുതൽ അവസ്ഥയിലുള്ളത് ഖരായിരിക്കും. അപ്പൊ ദ്രാവകം ഖരത്തില് ഡിസ്പേഴ്സ്ഡ് ഫേസ് ദ്രാവകത്തിലും ഡിസ്പേർഷൻ മീഡിയം ഖരത്തിലും ഉള്ള അവസ്ഥേനെ നമ്മൾ പറയണ പേരാണ്, ആ കൊളോയിഡിനെ പറയണ പേരാണ് ജെല്ല് എന്ന് പറയണത്. അതിന് എക്സാമ്പിൾ ആണ് ആ ജെല്ല് പോലെ ഇരിക്കുന്ന വെണ്ണ, ജാമ്, ചീസ് ഒക്കെ. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഒന്നും പറ്റിയില്ലെങ്കിലും എമൽഷനും അതേപോലെ തന്നെ എയറോസോള്, ലിക്വിഡ് എയറോസോള് എങ്കിലും അതിന്റെ എക്സാമ്പിളും പഠിക്കാം. ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോട്ടെ. രണ്ടു വട്ടം വായിച്ചാൽ മനസ്സിലാവും. സോളിഡ് സോൾ എന്ന് പറയുമ്പോൾ രണ്ടും ഖരായിരിക്കും. അതിന് എക്സാമ്പിൾ രത്നങ്ങള്. ജെല്ലാണെന്നുണ്ടെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ദ്രാവകം, ഡിസ്പേർഷൻ മീഡിയം ഡിസ്പേഴ്സ്ഡ് ഫേസ് ദ്രാവകം, ഡിസ്പേർഷൻ മീഡിയം ഖരായിരിക്കും. വെണ്ണ, ജാമ്, എക്സാമ്പിൾ ഒക്കെ ഒന്ന് നോക്കി പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? ആരും ഒന്നും പറയണില്ലല്ലോ. അടുത്തേക്ക് പോട്ടെ. എന്താ ആരും ഒന്നും പറയാത്തെ? ഒന്നും കൂടി പറയണോ? ഓക്കെ. ഇനി നമുക്കറിയാവുന്ന ഒരു കൊളോയിഡിന്റെ എക്സാമ്പിൾ ആണ് മയോണൈസ്. നമ്മുടെ സാൻഡ്വിച്ചിലും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം മയോണൈസ്. അപ്പൊ ഈ മയോണൈസ് ഒരു കൊളോയിഡ് ഫോം ആണ്. അപ്പൊ ഇതിനുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ വിനാഗിരി, സസ്യ എണ്ണ, മുട്ടയുടെ വെള്ളക്കുരു, അല്ലെങ്കിൽ പാല് കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് കെമിസ്ട്രിയുടെ ബേസ് ആയതുകൊണ്ട് പറയണതാണ് കേട്ടോ. കെമിസ്ട്രി ഡെയിലി ലൈഫിന്റെ ബേസിൽ. ഇനി നമുക്കറിയാം ഈ ഫ്രൂട്ടി ഒക്കെ നമ്മൾ കുടിക്കുമ്പോ എല്ലാവരും പറയാറുണ്ട് അതൊന്ന് കുലുക്കിയിട്ട് കുടിച്ചോളുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു എന്തോ സാധനം അതിന്റെ ടേസ്റ്റ് കുടിക്കുമ്പോ ശരിക്കും ഫ്രൂട്ടിയുടെ ടേസ്റ്റ് പോലെയൊന്നും നമുക്ക് തോന്നിയെന്ന് വരില്ല ചിലപ്പോ. അപ്പൊ അതെന്തുകൊണ്ട് ഈ കടികകൾ അടിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബോട്ടിലുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ടി പോലത്തെ സാധനങ്ങൾ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് കുടിക്കാറുള്ളൂ. അപ്പൊ ഈ കടികൾ അടിയുന്നത് തടയാൻ വേണ്ടിയിട്ട് ഈ കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുവാണ് സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്ന സാധനം കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്. കണികകൾ അടിയുന്നത് തടയാനായിട്ട് കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുവാണ് സ്റ്റെബിലൈസർ കേട്ടോ. സ്റ്റെബിലൈസർ. ഇനി നമുക്കറിയാം നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് പ്രിസർവേറ്റീവുകൾ. വിനാഗിരി, ഉപ്പ് ഒക്കെ. ഇപ്പൊ മാങ്ങ കേടുകൂടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മാങ്ങ ഉപ്പിലിട്ട് വെക്കും. അപ്പൊ ഉപ്പ് ഒരു പ്രിസർവേറ്റീവ് ആണ്. പിന്നെ ചെറി പോലെയുള്ള സാധനങ്ങൾ നമ്മൾ പഞ്ചസാര ലായനിയിലിട്ട് വെക്കും. അതെന്താ? അതൊരു പ്രിസർവേറ്റീവ് ആണ്. അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റിന്. ഓക്കെ. പിന്നെ നെല്ലിക്കൊക്കെ നമ്മൾ തേനിലൊക്കെ ഇട്ട് വെക്കും. അപ്പൊ അതൊക്കെ ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യണത്. നമ്മുടെ അച്ചാറില് വിനാഗിരി ചേർക്കും. അവിടെയൊക്കെ എന്താ? അത് കേടാവാതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിനെ പറയണ പേരാണ് പ്രിസർവേറ്റീവ്സ്. ഓക്കെ. ഇനി കണികകൾ അടിയാതിരിക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഉപയോഗിക്കുന്ന സാധനമാണ് സ്റ്റെബിലൈസർ. ഇനി നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്താന്ന് പറയാം. എങ്ങനെയാ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കണത്? നമ്മുടെ ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിക്കൂടെ കടത്തി വിട്ടിട്ട് കൃത്രിമ നിറങ്ങള്, പ്രിസർവേറ്റീവ്സ്, സൂക്രോസ്, ആർട്ടിഫിഷ്യൽ ഷുഗർ, കഫീൻ ഇതൊക്കെ കൂട്ടി കലർത്തിയാണ് നമുക്ക് കിട്ടണ സോഫ്റ്റ് ഡ്രിങ്ക്സ്, 7up, പെപ്സി, കൊക്കക്കോള ഇത്യാദി സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കണത്. അപ്പൊ സോഫ്റ്റ് ഡ്രിങ്കുകൾ എങ്ങനെ ഉണ്ടാക്കണത്? കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിക്കൂടെ കടത്തി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സോഡ വാട്ടർ ആ ഒരു ഫോം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിക്കൂടെ കടത്തി വിട്ട് അതിലെന്തൊക്കെ ആഡ് ചെയ്യും? കൃത്രിമ നിറങ്ങളാവാം, പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ ഷുഗർ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഉണ്ടാക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കണത് കൃത്രിമ പദാർത്ഥങ്ങൾ അസ്പാർട്ടൈൻ, സാക്കറൈൻ, ഫ്രക്ടോസ്, കോൺ സിറപ്പ്. കൂടുതലും ഇത് മധുരത്തിനായിട്ട് ചേർക്കണ സാധനങ്ങളാണ് കേട്ടോ. മധുരത്തിനായിട്ട് ചേർക്കണ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത്. നമ്മൾ ഇനി ഒന്നും കൂടി കെമിസ്ട്രി ഡെയിലി ലൈഫ് വരുമ്പോൾ അവിടെ ഒന്നും കൂടി നമ്മൾ എടുക്കും കേട്ടോ. എന്നാലും നിങ്ങൾ ആ ടേം ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ഒന്നും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. അസ്പാർട്ടൈൻ, സാക്കറൈൻ, ഫ്രക്ടോസ്, കോൺ സിറപ്പ് ഇതൊക്കെ നമ്മൾ മധുരത്തിനായിട്ട് ചേർക്കണ കൃത്രിമമായിട്ട് ചേർക്കണ സാധനങ്ങളാണ് കേട്ടോ. ഈ അസ്പാർട്ടൈൻ, സാക്കറൈൻ, ഫ്രക്ടോസ്, കോൺ സിറപ്പ് ഒക്കെ. ഇനി സോഫ്റ്റ് ഡ്രിങ്കുകളുടെ പേരാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഫിസി ഡ്രിങ്ക്സ്, പോപ്പ് ഡ്രിങ്ക്സ്. ഇതൊക്കെ പറയണത് ഈ പറഞ്ഞ
സോഫ്റ്റ് ഡ്രിങ്കുകളുടെ മറ്റ് പേരുകളാണ് ട്ടോ. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണല്ലോ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഫിസി ഡ്രിങ്ക്സ്, പോപ്പ് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയണത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ വേറെ പേരുകളാണ്. ഇത് ഞാൻ പറഞ്ഞു ഈ നമ്മൾ ഉപയോഗിക്കണ സെവനപ്പ്, പെപ്സി, കൊക്കക്കോള, ഈ പറഞ്ഞ സാധനങ്ങൾ ഒരുപാട് കൃത്രിമ പഞ്ചസാരകൾ ചേർക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ കുറച്ച് ദോഷങ്ങളുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഈ വക സാധനങ്ങൾ വല്ലപ്പോഴും കുടിക്കണ കാര്യമല്ല ഞാൻ പറയണേ, ഡെയിലി ഇത് കഴിക്കണ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണവർക്ക് പറ്റണ പ്രശ്നം അതിൽ കൃത്രിമ പഞ്ചസാര ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈ സാധാരണ പഞ്ചസാരയെ അപേക്ഷിച്ച് കലോറിക മൂല്യം കുറവായിരിക്കും ഈ കൃത്രിമ പഞ്ചസാരയ്ക്ക്. അതുകൊണ്ട് ഈ പറഞ്ഞ രക്തത്തില് ട്രൈഗ്ലിസറൈഡ്, അതായത് ചീത്ത കൊഴുപ്പുകളുടെ ഉൽപാദനം എന്നിവ കൂട്ടി, കൊഴുപ്പൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ പലതരം അസുഖങ്ങൾ വേറെ ചാടി പിടിക്കും. ഫാറ്റി ലിവർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ, അങ്ങനത്തെ ഒരുപാട് വേറെ അസുഖങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ കയറി പിടിക്കും. അപ്പൊ രക്തത്തില് ട്രൈഗ്ലിസറൈഡ്, ചീത്ത കൊഴുപ്പുകളുടെ ഉൽപാദനം എന്നിവ കൂട്ടി വിവിധ ആരോഗ്യ, ചിലപ്പോൾ പൊണ്ണത്തടിയൊക്കെ ഉണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ കൃത്രിമ പഞ്ചസാരയുടെ ദോഷമാണ്. ഇനി സ്ഥിരമായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നവർക്ക് എന്തുണ്ടാവാം? നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസിന് കാരണമാവും. നമുക്കറിയാലോ ലിവർ സിറോസിസ് വിശപ്പ് കൂടാൻ കാരണമാവും. പിന്നെ കൃത്രിമ മധുരങ്ങൾ രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കും. അമിതവണ്ണം, പല്ല് ഇങ്ങനെ പൊടിയുക, ദ്രവിച്ചു പൊടിയുക, അങ്ങനെ ദന്തക്ഷയം, പല്ലിനൊരു ഇതില്ലാത്ത അവസ്ഥയൊക്കെ ഈ പറഞ്ഞ സ്ഥിരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റണ സാധനങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഞാൻ മാക്സിമം ഇത് കോഡിട്ട് പറഞ്ഞുതരാം. ഈ ടാർട്രസിൻ എന്ന് പറഞ്ഞ ഒരു രാസവസ്തു ഉണ്ട്. ഇത് നമ്മൾ മെയിൻ ആയിട്ട് ടാർട്രസിൻ യൂസ് ചെയ്യണത് ഭക്ഷ്യപദാർത്ഥത്തിലും പാനീയങ്ങളിലൊക്കെ യൂസ് ചെയ്യണ രാസവസ്തുവാണ് ടാർട്രസിൻ. ഇത് മഞ്ഞ നിറം നൽകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. മഞ്ഞ നിറം, ടാർട്രസിൻ. ഇത് നിങ്ങൾ ഓർക്കാനായിട്ട് ഈ ടർമറിക് എന്നൊക്കെ പറഞ്ഞ സാധനം നിങ്ങൾ കേട്ടോളെ, അതായത് മഞ്ഞള്. അപ്പൊ അതിന്റെ കളർ എന്താ? മഞ്ഞ കളർ. അപ്പൊ അത് വെച്ചൊന്ന് കണക്ട് ചെയ്യാം കേട്ടാ. അപ്പൊ ടാർട്രസിൻ എന്ന് പറയണത് മഞ്ഞ നിറം കിട്ടാൻ, ഇത് ഏത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയാണ് ചോദിക്കുക. ഇനി എരിത്രോസിൻ ഭക്ഷ്യപദാർത്ഥത്തിലും പാനീയങ്ങളിലും ഒക്കെ യൂസ് ചെയ്യണ സാധനമാണ് ചുവപ്പ് നിറം ലഭിക്കാൻ. അതിന് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ പച്ചമുളക് നല്ല ചോന്ന കളറിലുള്ള മുളക് ആലോചിക്കുക. ഈ നല്ല പഴുത്ത ചോന്ന മുളകിന് ഭയങ്കര എരിവാണ്. അപ്പൊ ഏത് കളർ കിട്ടാനാ ഉപയോഗിക്കുന്നത്? ചുവപ്പ് നിറം. പച്ചമുളക്, ചുവന്ന മുളക് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നല്ല എരിവുള്ള പഴുത്ത മുളക് എരിത്രോസിന്, അപ്പൊ നല്ല എരിവാണ്. അപ്പൊ കളർ ഏത് കിട്ടാനാ? ചുവപ്പ് നിറം കിട്ടാൻ. ഇനി അടുത്തത് ഇൻഡിക്കോ കാർമൽ. നിങ്ങൾ ഇൻഡിക്കോ പ്രിന്റ് സാരി അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇൻഡിക്കോ, നീലം എന്നൊക്കെയാണ് ഇൻഡിക്കോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ നീല നിറം നൽകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇൻഡിക്കോ പ്രിന്റ് സാരിയുടെ കളർ നീല എന്ന് ആലോചിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇൻഡിഗോ കാർമൽ, അത് സാധനം നീലം എന്നാണ് അതിന്റെ അർത്ഥം, ഇൻഡിഗോ എന്ന് പറയുന്നത്. അപ്പൊ അത് ഉപയോഗിക്കുന്നത് ഭക്ഷ്യപദാർത്ഥം പാനീയത്തിലാണ് നീല നിറം നൽകുക. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ടാർട്രസിൻ ഏത് കളർ കൊടുക്കാനാണ്? ടാർട്രസിൻ മഞ്ഞ കളർ കൊടുക്കാനാണ്. എരിത്രോസിൻ ചുവപ്പ് നിറം കൊടുക്കാനാണ്. ഇൻഡിഗോ കാർമൽ നീല കളർ കൊടുക്കാനാണ്. പിന്നെ വാനിലിൻ, അത് നിങ്ങൾ വാനില ഫ്ലേവർ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ ഭക്ഷ്യപദാർത്ഥത്തിൽ രുചി കൂട്ടാനാണ്. ഫോസ്ഫോറിക് ആസിഡ് കൃത്രിമ പാനീയത്തില് പുളിരുചി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, പുളിരുചി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അത് പിന്നെ ഒരു ആസിഡിന്റെ പേരിലാണല്ലോ. അപ്പൊ ഫോസ്ഫോറിക് ആസിഡ് പുളിരുചി കൂട്ടാൻ. സോഡിയം ബെൻസോയേറ്റ്, നമ്മൾ മിക്ക ഫുഡിലും കാണുന്ന സാധനമാണ് സോഡിയം ബെൻസോയേറ്റ്. അത് സോസ്, സലാഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ ഇതിലൊക്കെ കാണുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് ഈസ്റ്റ്, പൂപ്പൽ എന്നിവ ബാധിക്കാതിരിക്കാൻ. അപ്പൊ ടാർട്രസിൻ മഞ്ഞ നിറം കിട്ടാൻ, എരിത്രോസിൻ ചുവപ്പ് നിറം കിട്ടാൻ, ഇൻഡിഗോ കാർമൽ നീല നിറം കിട്ടാൻ, വാനിലിൻ ഒരു രുചി കൂട്ടാൻ, ഫോസ്ഫോറിക് ആസിഡ് പുളിരുചിക്ക് വേണ്ടി, സോഡിയം ബെൻസോയേറ്റ് ഈസ്റ്റ്, പൂപ്പല് എന്നിവ ബാധിക്കാതിരിക്കാൻ. ഓക്കെ, അപ്പം ക്ലിയർ ആയോ? ഇത്രയാണ് ഈ ലായനികൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ളത്. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഈ ലാസ്റ്റ് പറഞ്ഞത് ചോദിക്കാറുണ്ട് കേട്ടോ, എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി എന്നാ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് നോക്കാം.
ഖരലായനിക്ക് യോജിച്ചത് എന്ത് ട്ടാ? ഖരലായനിക്ക് നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറയോ. ഓപ്ഷൻ എ കർപ്പൂരം നൈട്രജനിൽ ലയിച്ചത്. ഖരലായനിക്ക് എക്സാമ്പിൾ ആണോ? കർപ്പൂരം നൈട്രജനിൽ ലയിച്ചത്. ശരിയോ തെറ്റോ? ഇതിപ്പോ പറയണത് ഒരു ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഖരലായനിക്ക് യോജിച്ചത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഓപ്ഷൻ എ കർപ്പൂരൻ നൈട്രജനിൽ ലയിച്ചത് ശരിയാണോ? ഖരലായനിക്ക് എക്സാമ്പിൾ ആണോ? ആരൊന്നും പറയണില്ലല്ലോ. ആ ഖരലായനിക്ക് എക്സാമ്പിൾ ആണോ കർപ്പൂരം നൈട്രജനിൽ ലയിച്ചത്? നിങ്ങൾ അതിന്റെ അവസ്ഥ നോക്ക്. കർപ്പൂരത്തിന്റെ അവസ്ഥ സോളിഡ് ഫോം, നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഫോമിലാണ്. അപ്പൊ ഖരലായനിക്ക് എക്സാമ്പിൾ ആണോ അത്? അപ്പൊ ഒരെണ്ണം സോളിഡ് ഫോമിലും ഒരെണ്ണം ഗ്യാസ് ഫോമിലാണ്. അപ്പൊ ഖരലായനി എന്ന് പറഞ്ഞാൽ ഖരത്തിൽ ലയിച്ചതാണ് ഖരലായനി എന്ന് ഉദ്ദേശിക്കണത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണോ? അല്ല അല്ലെ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത ഓപ്ഷൻ വെള്ളത്തിൽ ഗ്ലൂക്കോസ് ലയിച്ചത്. വെള്ളത്തില് ഗ്ലൂക്കോസ് ലയിച്ചത് ശരിയോ തെറ്റോ? വെള്ളത്തില് ഗ്ലൂക്കോസ് ലയിച്ചത് ഫോൾസ് ആണ് അല്ലെ. അതെങ്ങനെയാ ട്രൂ ആവണേ? വെള്ളത്തില് ഗ്ലൂക്കോസ് ഖരലായനി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടും ഖരാവസ്ഥയിലാ. വെള്ളം എന്ന് പറഞ്ഞാൽ അത് ദ്രാവകാവസ്ഥയല്ലേ. ഗ്ലൂക്കോസ് വേണമെങ്കിൽ ഗ്ലൂക്കോസ് പണി എന്നുള്ള കൺസെൻട്രേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഖരന്ന് നിങ്ങൾ കൂട്ടിക്കോ, എന്നാലും കുഴപ്പമില്ല. വെള്ളത്തിൽ ഗ്ലൂക്കോസ് ലയിച്ചത് അതെങ്ങനെയാ ഖരലായനി ആവണേ? അവിടെ രണ്ട് സ്റ്റേറ്റും ഖരലായനി ആണെങ്കിൽ അവിടെ രണ്ട് സ്റ്റേറ്റും ഖര ആവണം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞത് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ആ സ്ലൈഡ് പറഞ്ഞുതരാം. അടുത്ത ഓപ്ഷൻ വെള്ളത്തില് എഥനോള് ലയിച്ചത്. വെള്ളത്തിൽ എഥനോള് ലയിച്ചത് ശരിയോ തെറ്റോ? വെള്ളത്തില് എഥനോള് ലയിച്ചത് രണ്ടും അവിടെ ലിക്വിഡ് ഫോമിലാണ്. വെള്ളം ആയിക്കോട്ടെ എഥനോൾ ആയിക്കോട്ടെ. അടുത്തത് കോപ്പർ സ്വർണത്തിൽ ലയിച്ചത്. കോപ്പർ സ്വർണത്തിൽ ലയിച്ചത്. കോപ്പറും അവിടെ ഖരാവസ്ഥയിലാണ്, സ്വർണവും അവിടെ ഖരാവസ്ഥയിലാണ്. അപ്പൊ ഖരലായനിക്ക് എക്സാമ്പിൾ അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഇതിന്റെ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഉപ്പ് ലായനി എന്ന് പറഞ്ഞത്, ഉപ്പ് എന്ന് പറയണത് ഖരം ദ്രാവകത്തിൽ ലയിച്ചതാണ്. അപ്പൊ ഉപ്പ് ലായനി ആലോചിച്ചാൽ മതി. ഉപ്പിന്റെ അവസ്ഥ ഖരാണ്, വെള്ളത്തിന്റെ അവസ്ഥ ദ്രാവകമാണ്. അപ്പൊ ലായനിയുടെ അവസ്ഥ ദ്രാവകമാണ്. അപ്പൊ ഖരം ദ്രാവകത്തിൽ ലയിച്ചതിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഉപ്പ് ലായനിയാണ്. പിച്ചള, സിങ്കും കോപ്പറും അവിടെ ഖരാവസ്ഥയിലാണ്. അപ്പൊ ലായനിയുടെ അവസ്ഥ നമ്മളിവിടെ പറഞ്ഞു ഖരാണെന്ന്. ഖരത്തിൽ ലയിച്ച ഖരാവസ്ഥയിൽ തന്നെയാണ് ലായനിയുടെ അവസ്ഥ. സോഡാ വെള്ളം, വാതകം ദ്രാവകത്തിൽ ലയിച്ചതാണ് സോഡാ വെള്ളം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ വാതകം ദ്രാവകത്തിൽ ലയിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഏതവസ്ഥ കിട്ടി? ദ്രാവകാവസ്ഥ കിട്ടി. അപ്പൊ ഇങ്ങനെ ചോദിക്കും, വാതകം ദ്രാവകത്തിൽ ലയിച്ചതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ എഴുതണ്ടേ? സോഡാ വെള്ളം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ വാതകം വെള്ളത്തിൽ ലയിച്ചേക്കാണ്. ഇനി ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം, രണ്ടും ദ്രാവകാവസ്ഥയിൽ. ആൽക്കഹോളും ജലത്തില് ദ്രാവകാവസ്ഥയിലാണ്, ജലവും ദ്രാവകാവസ്ഥയിലാണ്. അപ്പൊ ലായനിയുടെ അവസ്ഥ ദ്രാവകം. അപ്പൊ ദ്രാവകത്തിൽ ലയിച്ചതിന് എക്സാമ്പിൾ ആണ് ആൽക്കഹോള്. തുരിശ് ഞാൻ പറഞ്ഞു ക്രിസ്റ്റൽ ഫോമിലായിരിക്കണം, അത് ഖരാണ്. അത് ജലത്തിൽ ലയിച്ചു എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്. അപ്പൊ അവസ്ഥ ദ്രാവകമാണ്. അപ്പൊ ഖരം ദ്രാവകത്തിൽ ലയിച്ചതിന് രണ്ട് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഉപ്പ് ലായനി, തുരിശൊക്കെ. ഓക്കെ, ഈ പറഞ്ഞത് ക്ലിയർ ആയോ? ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്, വെൽഡിങ് എക്സാമ്പിൾ ആകുമോ? വെൽഡിംഗ് എന്ന് ഉദ്ദേശിക്കണ മറ്റേ നമ്മൾ ഈ ചെയ്യണ വെൽഡിംഗ് ആണോ ഉദ്ദേശിക്കണത്? ഇത് ഏതെങ്കിലും ഒന്നിൽ ലയിക്കണേനെയാണ് നമ്മൾ പറഞ്ഞത്. എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ ഖരത്തിൽ നമ്മൾ പറഞ്ഞു സാധാരണ ഈ പറഞ്ഞ
എന്താ പറയാ, ലായകത്തിന്റെ അവസ്ഥ തന്നെയാണ് ലായനിക്ക്. ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ലായനി എന്ന് പറയണത് ദ്രാവകാവസ്ഥയിൽ മാത്രം കാണപ്പെടുന്ന ഒരു അവസ്ഥയാണെന്ന്. ശരിയോ തെറ്റോ? ലായനി എന്ന് പറഞ്ഞ ദ്രാവകാവസ്ഥയിൽ മാത്രമുള്ള ഒരു ഫോം ആണെന്ന്. ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആരൊന്നും പറയണില്ലല്ലോ. ലായനി, അതായത് ലീനവും ലായകവും ചേർന്നാണല്ലോ ലായനി ഉണ്ടാവണത്. ഈ ലായനി നമ്മളിപ്പോ സാധാരണ പഞ്ചസാര ലായനി, ഉപ്പ് ലായനി എന്നൊക്കെ പറയണത് നമുക്കറിയണത് ദ്രാവകാവസ്ഥയിലുള്ള ലായനിയാണ്. അപ്പൊ ഈ ലായനി എന്ന് പറഞ്ഞ സാധനം ദ്രാവകാവസ്ഥയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അത് ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നമുക്ക് മനസ്സിലാവണില്ലേ? അല്ല, നമ്മളിപ്പോ പറഞ്ഞു ഖരലായനിക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞു കോപ്പർ സ്വർണത്തിൽ ലയിച്ചത് എന്ന് പറയണത് ഖരലായനിക്ക് എക്സാമ്പിൾ ആന്ന് പറഞ്ഞു. അപ്പൊ ഖരാവസ്ഥയിലുള്ള ലായനി ഉണ്ട്, ദ്രാവകാവസ്ഥയിലുള്ള ലായനി ഉണ്ട്, വാതകാവസ്ഥയിലുമുള്ള ലായനികളുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊരു വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ താങ്ക് യു.